അവയെ ഞെരുക്കിക്കളഞ്ഞു. ഒന്ന് മതി ആക്കടി പിന്നെ. അവൾ വന്നാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ലക്ഷ്മണിയുടെ ബസ്സിൽ രാവിലെ അച്ഛന് പോകാം. നേരെ ഒരുപാടായിരുന്നു. ഒന്ന് മാറി നിക്കടി പെണ്ണെ. രാവിലെ നീ എടുത്തു. ആ പെണ്ണ് വെളുപ്പിൽ വന്ന് നിർത്തുന്നതാ. ആദ്യം പോയി മുഖം കഴുകും. 4 മണിക്കൊന്ന് കിടന്നാണ് ഈ മനുഷ്യനൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ഇന്നലെ എന്നോട് പറഞ്ഞത് എന്താ? നേരത്തെ എണീക്കണം, പിന്നെ 100 കൂട്ടം പണിയുണ്ട്, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം, അവിടെ 100 കൂട്ടം പണിയുണ്ട്, പിന്നെ വണ്ടിക്ക് പോകണം, അത് കഴിഞ്ഞ് മതി മതി നിനക്ക് കീഴ ചായപ്പീടിയിൽ തടിച്ചു നായരില്ലേ? ഇനി കടത്തിനാണെങ്കിൽ വരണ്ടാന്ന്. 6 ചില്ലാന് റുപ്യ ബാക്കിയുണ്ട്. എത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അശ്രീകരം. നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറയാതെ പോന്നു. സാരെല്ലാം ഇന്ന് തന്നെ വീട്ടുകളെ ഞാൻ ഓഫീസിൽ പോകുന്നതിനെ കുറച്ച് അഡ്വാൻസ് ചോദിക്കാനും. സാഹചര്യയുടെ പീടിയിലത്തെ കാശ് കൊടുക്കണ്ടേ? മറക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളെ പെണ്ണ് ഓർമ്മിപ്പിക്കൂ. ഞാൻ വല്ലതും പറഞ്ഞോ? അച്ഛൻ കൂടെ പറയാണ് വല്ലവരെയും ചീത്ത കേൾക്കില്ല എന്റെ ജോലി എന്ന്. ഞാൻ പ്രത്യേകം കൊടുക്കണമെന്ന് പറഞ്ഞ ന്യൂസ് വരാതിരിക്കും. വരരുതെന്ന് പറഞ്ഞത് തന്നെ പ്രസിദ്ധപ്പെടുത്തുക. ആളുകളുടെ മുമ്പിൽ വിഡ്ഢിയാവുന്നത് ആരാ? അല്ല ആരാ? ഞാൻ തന്നെ. ഉണ്ണികൃഷ്ണൻ സാറ് കണ്ടപ്പോ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞമ്മ മുതലാളിയുടെ കേസ് വരരുതെന്ന് പറഞ്ഞു. വലിയ പത്രങ്ങൾ കൂടി അത് കൊടുത്തില്ല. രാവിലെ നോക്കുമ്പോൾ എന്റെ പത്രത്തിൽ മാത്രം ന്യൂസ്. ഉണ്ണികൃഷ്ണൻ സാർ എഴുതുന്നത് തന്നെയാണ്. എന്താ കാര്യം? കാര്യം 3 പൈസക്ക് ഈ നോട്ടീസ് 3000 കോപ്പി അടിച്ചു വിറ്റാൽ എന്ത് ലാഭമുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ല. അറിയില്ല. എന്നാ കേട്ടോളൂ. ഇവിടുത്തെ ശമ്പളം കൊടുക്കാൻ തികയില്ല. എഴുതിക്കുന്നതിന് കാശ്, എഴുതാതിരിക്കുന്നതിന് കാശ്. ഇതുകൊണ്ട് വേണ്ട ഇതൊക്കെ നടന്നു പോകാൻ. ആളുകൾ അറിയേണ്ടതാണെന്ന് തോന്നി. അങ്ങനെയുള്ള വാർത്തകളെ ഞാൻ കൊടുക്കാറുള്ളൂ. ഇത്ര കാലമായിട്ടും എന്റെ പോളിസി മനസ്സിലാക്കാത്തതിലാണ് എനിക്ക് അത്ഭുതം. പത്രത്തിന്റെ പോളിസി ലീഡർ പേരിൽ നമ്മൾ അച്ചടി. ഇതൊക്കെ തന്നെയാണ് പത്രത്തിന്റെ പോളിസി എന്നാണ് ഞാൻ കരുതിയത്. സത്യം വേണം, സൗകര്യത്തിനനുസരിച്ച്. മിസ്റ്റർ ഉണ്ണി, തനിക്ക് ചെറുപ്പമാണ്, അതുകൊണ്ട് പറയാണ്. BA-കാരനായതുകൊണ്ടും പണ്ട് 4-5 പേര് കവിത എഴുതി എന്ന് പറഞ്ഞതുകൊണ്ടും ഈ കാലത്ത് ജീവിക്കാനാണ്. കുറച്ച് പ്രാക്ടിക്കലാവണം. നിങ്ങൾ ഇത്തിരി വകതിരിവോടെ ഇതൊക്കെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതിന്റെ ഇരട്ടി കാശ് പുറത്തുണ്ടാക്കാം. സർക്കുലേഷൻ അല്ല കാര്യം. നമ്മളെ ആളുകൾക്കൊരു ഭയമുണ്ട്, അറിയോ? അറിയില്ല. ഇനിയോട്ട് എന്നെ പഠിപ്പിച്ചാലും എനിക്ക് മനസ്സിലാവില്ല.
നല്ല ന്യൂസാണ്. പക്ഷേ ഇതിൽ രണ്ട് വരിയേ ഉള്ളൂ. വിവാഹ രാത്രിയിൽ സ്ത്രീ ആത്മഹത്യ ചെയ്തു. ഇത് കുറെ വെള്ളം കൂട്ടി വലുതാക്കി ഫ്രണ്ട് പേജിൽ ഒരു 3 കോളം ന്യൂസായിട്ട് കൊടുക്കാം. എനിക്കിന്ന് നാട്ടിൽ എനിക്ക് ഇന്ന് തന്നെ തിരുവനന്തപുരത്തെത്തണം. അടുത്ത ആഴ്ച പോയിക്കോളൂ. പക്ഷെ എനിക്ക് ഇന്ന് പോകാതെ പറ്റില്ല സാർ. ലീഗ് കോൺഫറൻസ്, കലക്ട്രേറ്റിൽ പിക്കറ്റിംഗ്, സുലൈമാൻ കൊലക്കേസ് വിചാരണ. ഞാൻ തിരുവനന്തപുരത്തും നിങ്ങൾ നാട്ടിലുമായാൽ ഇവിടെ എന്ത് ചെയ്യും? ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. എന്റെ അമ്മയുടെ ശ്രാദ്ധമാണ്. പുരോഗമന ചിന്താഗതി, യുക്തിവാദം, പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഈ ചാത്തോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കണക്കിൽ ഒരുതരം പിന്തിരിപ്പൻ മൂരാച്ചി ഇടപാടല്ലേ? എനിക്ക് പോണം. പോയിക്കോളൂ. പോയില്ലേ? എനിക്ക് നീ നിന്റെ ജോലി നോക്ക്. മനുഷ്യനൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാൽ പണം കിട്ടില്ലല്ലേ? എന്താ നീ ചോദിക്കുന്ന കേട്ടാ നിന്റെ ബാങ്കിൽ കുറെ അധികം പണമുണ്ടെന്ന് തോന്നുന്നില്ല. സാരമില്ല, പോയിക്കോ. ഈ വരുന്ന 29-ാം തീയതി അമ്മയുടെ ശ്രാദ്ധമാണ്. 28-ാം തീയതി ഒരിക്കൽ രാഘവനും ചന്ദ്രനും ഞാൻ എഴുതിയിട്ടുണ്ട്. അച്ഛൻ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി വേണം? ഇത് മതിയോ? ആദ്യം എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. അമ്മയുടെ കയ്യിൽ കാശില്ല. അമ്മ പോയി അടുത്ത വീട്ടിലെ ചേട്ടത്തിയോട് വാങ്ങി വന്നിട്ട് കൊടുക്കാന്നും പറഞ്ഞു. വീട്ടിൽ കൊള്ളാം. നീ പറഞ്ഞ അവധിക്ക് തന്നെ വീട്ടിൽ കൊള്ളാം. പക്ഷേ നിന്റെ കട ഞാൻ വീട്ടിൽ എന്ത് ചെയ്യും? നിനക്ക് മനസ്സിലായല്ലോ കുട്ടി. നീ എന്റെ സഞ്ചിയിൽ ഒരു ഷർട്ടും കൊണ്ടെടുത്ത് വയ്ക്കും. ഇപ്പൊ പോയ വണ്ടി കിട്ടും. വഴക്ക് വേണ്ട. അല്പം ശാന്തമായി ഞാൻ പറയുന്നത് കേൾക്കും. നമുക്ക് ഏർപ്പാട് നിർത്തണം. കുട്ടികളെ നാടിന് മുഴുക്ക നിങ്ങൾ ആപത്ത് വരച്ചു വെക്കലോ? കളിക്കുന്ന കളിയാണോ അത്? ക്ഷമിക്കണോ ഭഗവതി. അല്ല മര്യാദയ്ക്ക് നിങ്ങൾ മാറണോ? അല്ല മാറ്റാൻ ഉഷാറില്ലെങ്കിൽ മാറണം. ചോദിക്കരുത്. അല്ലാതെ തന്നെ പരിഷ്കരിച്ച ഒരു നാട്ടിലും മനുഷ്യർക്കും ഏർപ്പെടട്ടെ. അതുകൊണ്ട് പ്രാകൃതമായ ഇടപാട് നമുക്ക് നിർത്തണം. ഒരു പ്രസംഗം എന്താ പിടിച്ചില്ലേ? ഭഗവതിക്ക് ചോര വേണമെങ്കിൽ ആദ്യം നിർത്തും ഞങ്ങളുടെ ചോരയിൽ. അതാ ക്ഷമിക്ക്, ഞാൻ മറുപടി പറഞ്ഞോളാം. ദൈവവിശ്വാസം കേട്ട തെമ്മാടികളായാൽ പിന്നെ എന്താ ചെയ്യാ? 60,000 ദൈവമാണോ നിങ്ങളുടെ അമ്പലത്തിലെ? ഉണ്ണി തൊഴിലാളി വെക്കുന്ന ഈ പിള്ളേരുടെ കൂട്ടത്തിൽ കൂടിയാലോ? ഉണ്ണി പഠിപ്പുള്ള കുട്ടിയില്ലേ? അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കുഞ്ഞുമാടെ ഇവിടെ ഒക്കയിൽ ഇളയ മോനാ ആ പോണത്. BA പഠിച്ച കുട്ടിയാ.
അവനെ പഠിപ്പിക്കാൻ ചിലവാക്കിയ പണം കൊണ്ട് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിട്ടിരുന്നെങ്കിൽ എനിക്കിന്ന് മാസം 1000 തേങ്ങ വലിക്കാം. കുട്ടികൾക്ക് വേണ്ടി പണം ചെലവാക്കണത് പലിശയ്ക്ക് കൊടുക്കുന്ന മാതിരി അല്ലല്ലോ. ലോകം നന്നാക്കൽ കഴിഞ്ഞോ? കാവിൽ കോഴി ഇറക്കുമ്പോ മുറിയണത് നിന്റെ കഴുത്താണോ? എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങിൻ കയ്യുകൾ നൊന്തിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. അവനവന് 4 കാശ് മാസപ്പടി കിട്ടാനുള്ള ഒരു ജോലിക്ക് ശ്രമിച്ചാൽ എങ്ങനെ കിട്ടുവടാ? എങ്ങനെ കിട്ടും? ഞാൻ നോക്കണേ. എന്തോ നാടാ കർലാസ് 85 റുപ്യ ചെലവാക്കി ഇന്നാളെ ഇന്റർവ്യൂവിന് പോയില്ലേ? അവർക്ക് ഇവനെ വേണ്ടാന്ന്. അവൻ അത്രയ്ക്കൊന്നും പ്രായമായിട്ടില്ലല്ലോ. ഇതല്ലെങ്കിൽ വേറൊന്നും. നീ ആ ചായ ഉണ്ട്, അത് തണുക്കണ്ട. നിനക്കറിയില്ല, ഞാൻ പഴയ 8ാം തരം പഠിച്ചതാ. ചാടിക്കിടന്ന് അന്യ കാട്ടിപ്പോയി, നല്ലോണം അധ്വാനിച്ചു, 4 കാശുണ്ടാക്കി, ഇതുങ്ങളെല്ലാം പഠിപ്പിച്ചു. എനിക്കാരും ഒന്നും തരണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. പ്രായമായ ആൺകുട്ടികളാ, അവരെ ഏതു നേരവും ഇങ്ങനെ ചീത്ത പറഞ്ഞാലും. നല്ലത് പറഞ്ഞ് അതിന്റെ ഫലം നീ ഇപ്പൊ കണ്ടില്ലേ? പോയി ഈശ്വരന്മാരോടായി കളി. പറഞ്ഞോ, നല്ലത് ഇനിയും പറഞ്ഞോ. ഒക്കെ അനുഭവിക്കാനുള്ളവരുടെ. എടാ, അച്ഛന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. വഴിപാട് മുടക്കാൻ മറ്റു കുട്ടികളുടെ കൂടെ നീയും കൂടിയല്ലോ. നിനക്ക് എന്ത് എങ്ങനെയാ തോന്നാൻ? ഇന്ന് ചൊവ്വാഴ്ച നിന്റെ ഇടപ്പുറന്നാളല്ലേ? കുളിച്ചു തൊഴുത് തെറ്റു പറഞ്ഞ് ഭണ്ണാരത്തിൽ 1 റുപ്യ ഇടുന്നു. കാശ് അമ്മണിയോട് വാങ്ങിച്ചു. മറ്റു കുട്ടികൾ ഓരോന്നിന് കൂടുന്നെന്ന് വെച്ച് നീ കൂടണം. ഞാൻ അവരെ വിളിച്ചത് അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. അച്ഛനും രാഘവനും ചന്ദ്രനും ഇതാ ഇപ്പൊ നീ എല്ലാവരും പറയുമ്പം എനിക്കും തോന്നുന്നു ശരിയാണ്. ഇനി അമ്മണിയേ ഉള്ളു ബാക്കി. എന്താ അമ്മേ? ഓ, ഒന്നുമില്ല. ഈ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പൊ എല്ലാം പറഞ്ഞില്ലേ? അല്ല, അച്ഛൻ തൊള്ളയിടുമ്പം അമ്മ എന്തിനാ ഒപ്പത്തിനൊപ്പം പറയാൻ നിൽക്കുന്നത്? വീട് ഭരിക്കാൻ മാത്രമേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. കാൽപ്പറ്റയുടെ താക്കോല് വന്നപ്പോഴേ അമ്മയുടെ വായുടെ താക്കോലൊന്നും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ അപ്പടി പൊടിയാ. ഉണ്ണി ഒന്ന് പുറത്തു പോകും, ഞാൻ ഇവിടെ നിന്ന് അടിച്ചു വരാം. കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ ഈ കടലാസൊക്കെ? കണ്ണി കണ്ടതൊക്കെ എഴുതി ചീന്തി കളയാനാണോ നീ 4 8 വാങ്ങിക്കൊണ്ട് പോണേ? എടാ, നീ ഇതിൽ തോന്നിയാസൊക്കെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ആരാടാ ഈ ഓമന? എന്താ അവളുടെ കണ്ണിലൊരു പ്രത്യേകത? ഏടത്തിക്ക് കവിതയുടെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ടാവില്ല. അത്ര വലിയ കേമനാന്ന് വെച്ചാ ഒരു തിരുവാതിര പാട്ട് എഴുതിണ്ടാക്കും. എടാ, നീയേ ഇതൊക്കെ കുത്തി കുറിക്കണ നേരത്ത് 4 അപേക്ഷ എഴുതി അയക്കേ. ചന്ദ്രേട്ടന് നിന്റെ അത്ര പഠിപ്പില്ലല്ലോ. 3 മാസം വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അതിന് മുമ്പ് ജോലി കിട്ടി. അങ്ങനെ ആൺകുട്ടിയോളൂ. ചന്ദ്രേട്ടൻ എസ്റ്റേറ്റിലെ മേനോന്റെ വീട്ടിൽ തപസ്സായിരുന്നു. അങ്ങനെ കണ്ടോന്റെ വാതിൽക്കല് ഓച്ഛാനിച്ച് കാത്തുകെട്ടി കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ചന്ദ്രേട്ടന്റെ കാര്യം എന്താടാ? വിശപ്പ് തുടങ്ങിയോ? അരി തളച്ചിരിക്കുന്നു. 2 കല്ല് ഉപ്പിട്ട് 1 ഗ്ലാസ് കഞ്ഞി മുക്കി തരട്ടെ? അമ്മനയുടെ അടിച്ചുപാറില് കഴിഞ്ഞില്ലേ? രാഘവനും ചന്ദ്രനും മരണമല്ലേ, ഒരു കൂട്ടം കൂട്ടാൻ അധികം വെക്കാമെന്ന് വെച്ചു. അതിപ്പോ പാടായി. ഓ, ഞായറാഴ്ചയുടെ കാര്യം മറന്നുപോയി. ഇനി എല്ലാവരുടെയും എഴുന്നള്ളത്ത് കഴിഞ്ഞ് അമ്മ എപ്പോഴാണോ ചോറ് തരിക? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും കൂടി ഇത് ഉണ്ണാമല്ലോ. തരവനി, ഒന്നിങ്ങോട്ട് വേഗം വാ.
രാഘവൻ കഴിഞ്ഞ ആഴ്ച വരാത്തതാ. അതുകൊണ്ടെന്തായാലും ഈ ആഴ്ച വരും. അമ്മയുടെ എന്താണമ്മേ? സരോജിനി, കുട്ടികൾ ഉണ്ണാറാവുമ്പോഴേക്ക് എന്റെ മോൾ ഇതൊന്നും ശരിയാണ്. അവിയലിനുള്ള തേങ്ങായ അവിയലില്ലെങ്കിൽ രാഘവൻ ഉണ്ണത്തില്ല. ഒന്നും ആയില്ലേ അമ്മേ? ചന്ദ്രനൊരു മുളകക്ഷം കൂടെ ആകണം, അത്രേ ഉള്ളൂ. നീ ആ മറ്റേ അടുത്ത് ചെയ്യും. സരോജിനി, ആ തൊഴുത്തിന്റെ കോലായിന്ന് കുറച്ച് വിറം ഇങ്ങോട്ട് എടുത്തത്. വയറ്റി പറഞ്ഞുണ്ട്. എന്റെ അമ്മ പറയും, ബാല്യക്കാരത്തി വെച്ചതല്ല ബാല്യക്കാരന്. അവരുടെ അച്ഛൻ കൃഷ്ണേട്ടനുള്ള കാലത്ത് എന്ത് സുഖമായി കഴിഞ്ഞ കുട്ടികൾ. ഇപ്പം വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അവരെ ഉണ്ട്. അമ്മയുടെ ചെറിയ കുട്ടി എങ്ങോട്ടാ? ആവാത്ത പണിക്ക് പോകുമ്പോ ആലോചിക്കണം. ഇത് പുസ്തകം വായിക്കുന്നത് പോലെ എളുപ്പം എന്നാണ് വിചാരം. കണ്ണിലേതാണ്ട് പോയി. അയ്യോ, തിരുമണ്ട, കണ്ണു തുറക്കൂ, ഞാൻ ഊതാം. കണ്ണു തോന്നേ. നോക്കൂ, പശുവെല്ലാം കൊണ്ട് മോൻ കഴുകിയാ മതി. ആരാ വരുന്നത്? ചന്ദ്രേട്ടനാ. അമ്മണി, ഇത് താഴ്ത്തു വെക്കേ. വിപ്ലവൊക്കെ എവിടം വരെ ആയി നേതാവേ? വരെ ആയി. ഇറന്നായിരോ? എന്തൊക്കെയാ വിശേഷം? എന്ത് വിശേഷം? നാട്ടിൽ കിടന്ന് മടുത്തു. തോട്ടത്തിലെങ്ങാനും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൂടെ പോരായിരുന്നു ചന്ദ്രന്റെ കൂടെ. നാട്ടിലൊരു പണി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. റെയിൽവേ സെലക്ഷൻ എന്തായി? കിട്ടിയില്ല. ചന്ദ്രേട്ടന് മാറ്റം കൊണ്ട് വേണം. ലുങ്കി പെട്ടിയിലുണ്ട്, അത് മതി. BA-ക്കാരും MA-ക്കാരും ഒക്കെ ഇപ്പോ ബസ് കണ്ടക്ടർ ജോലിക്ക് ശ്രമിക്കുകയാണ്. ജോലിക്കെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് തന്നെ ദിവസം 10-20 പേര് വരുന്നുണ്ട്. തോണിക്കാരൻ മമ്മത് ഒരു 2 റുപ്യ കൈവായ്പ വാങ്ങിയത് മടക്കി വാങ്ങാതെ നിരീച്ചിറങ്ങിയതാണ്. ഒരു 100 തവണയായിട്ട് നടക്കണു. ചെല്ലുമ്പോ ഓരോ ചായ തരും. കാശിന്റെ കാര്യം പറഞ്ഞാ കാമാ. അപ്പോ കച്ചവടം ലാഭമാണല്ലോ ഇറങ്ങുന്നേരെ എന്ന് പോണം. അല്ല, ലീവ് അധികം ഉണ്ടാവോ? തിങ്കളാഴ്ച കാഷ്വൽ ലീവ്. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ജോരോജോ
ഇതിലും വിളമ്പിക്കുവാ മണി. രാഘവം വരാണ്ടിരിക്കില്ല. നിനക്ക് ജോലിച്ചുണ്ടോ? അവനൊരു കച്ചവട സ്ഥലത്തിരിക്കുന്ന ആളാ. വരൂ എന്നുള്ളതിന് എന്താ നിശ്ചയം? വിളമ്പിക്കോ? വന്നില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ണോ? നിന്റെ പ്രൊമോഷന്റെ കാര്യം എന്തായി? ചിലപ്പോ ശരിയാവും. ഒഴിവുള്ളപ്പോഴൊക്കെ ആ മേന്റെ വീട്ടിൽ പോണം. അവരോടൊക്കെ കുറച്ച് ബഹുമാനായിട്ട് പെരുമാറുക. ആ കുട്ടികൾക്കൊക്കെ പലപ്പോഴും വല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. വെറുതെ ഒന്നും പൊട്ടി വീഴില്ല. മേന്റെ മകള് ശാരദ പിന്നെ പഠിക്കാൻ പോയില്ല. വെറുതെ ഇരിക്കുകയാണ്. അവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. അമ്മേ, ദാ വലിയേട്ടൻ വന്നു. എല്ലാവരും ഇരുന്നല്ലോ. രാഘവ, വേഗം പോയി കൈയും കാലും കഴിയേച്ച് ഇങ്ങോട്ട് ഇരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാഘവൻ ഇപ്പൊ വരുമെന്ന്. സമ്മതിച്ചു. സാമ്പാർ കുറച്ച് വേണ്ട, മതി. വിളമ്പിക്കോ? ഒരു പിടി ഇടുമ്പോഴേക്കും ഈ കുട്ടികൾ തുടങ്ങും മതി മതിയെന്ന്. മുരിങ്ങയ്ക്ക സാമ്പാറാ കൂട്ടാൻ. അരിയക്കോട്ട കൂപ്പിൽ പണി തുടങ്ങിയോ? ജോലിക്കാരെ അയച്ചിട്ടുണ്ട്. ലോറി പോകാൻ വലിയ പ്രയാസം. എന്താ ഉണ്ണി? പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെലക്ഷൻ ഉണ്ടെന്ന് കേട്ടല്ലോ. പേപ്പറിൽ ദിവസവും പരസ്യം കാണുന്നുണ്ട്. ട്രൈ ചെയ്യണം, അല്ലാതെ ജോലി ആരും വിളിച്ചു തരില്ല. ആര് ശ്രമിക്കണം? ആർക്കാണ് ആവശ്യം? സജ്ജനങ്ങളുമായി കൂട്ടുകൂടില്ല. തൊഴിലില്ലാത്ത പിള്ളേരുമായിട്ടാണ് സഹവാസം. എന്തിനാ അമ്മാവ എന്നെ തല്ലണത്? ഞാൻ നന്നാവില്ല എന്ന് പണ്ടാരോ പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെ. അതെ, വെറുതെ കളവ് പറയുമ്പോ വിചാരിക്കണം. മര്യാദക്ക് കുടിക്കണുണ്ടോ അത് അമ്മയുടെ അടുത്ത് കൊടുത്തേ. അച്ഛനും ഏട്ടന്മാരും നിന്നോട് ഇഷ്ടമില്ലാണ്ട് പറയുന്നു അല്ലല്ലോ. അപ്പൊ ശരിയാവും. നിനക്കിപ്പോഴേ ഹേമദ്രുമയോഗാണ് ജാതകത്തില്. അമ്മ. ഞാൻ പോട്ടെ ഏട്ടൻ്റെ അമ്മേ. അപ്പോഴേക്കും പെണ്ണിന്റെ ഒരു തിരക്ക്. തിരികെ കൊണ്ടിട്ട് പോയാ മതി. അപ്പോഴേക്കും അമ്മണി വരും. ഏട്ടൻ്റെ അമ്മ ഇരിക്കണം, ഞാൻ വിളമ്പിക്കാം. നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക്. തിരികെ ഇതാരാ? വരിക നമ്പ്യാരെ, വരിക. ആരായല്ലോ ഈ വഴിക്കൊക്കെ ഇറങ്ങിയിട്ട്. ഇരിക്കുക. അല്ല, എല്ലാവരും ഉണ്ടല്ലോ. എന്താ അച്ഛനും മക്കളുമായിട്ട് കാര്യമായിട്ട് ആലോചിക്കണേ? കുറെ കാലമായിട്ട് നമ്പ്യാർ ഈ വഴിക്കൊന്നും ഇറങ്ങാറില്ല. തഹസിൽദാർ ഉദ്യോഗത്തിന് പെൻഷൻ പറ്റിയപ്പോ വിചാരിച്ചു ആ. ഇനി അല്പം സ്വൈരായിട്ടിരിക്കാന്ന്. പക്ഷെ എവിടെ സമയം? നാട്ടുകാര്യങ്ങള്, കൃഷിപ്പണി, അത് ഇത് എന്ന് പറഞ്ഞില്ലേ. മൂത്ത മകനല്ലേ? അതെ, അവന്റെ കല്യാണത്തിന് വന്നപ്പോ കണ്ടിട്ടുണ്ടാവും. മരത്തിന്റെ ബിസിനസ്സാ. അതെ. അപ്പൊ ഈയിടെ നമ്മുടെ കോലുമ്പോ കാടുകളൊക്കെ എടുത്തിരിക്കുക. രണ്ടാമത്തെ ആള് അറിയാം. മാധവമേനോൻ മുഖാന്തരം ജോലി ശരിപ്പെടുത്തിയ ആളല്ലേ? മാധവമേനും ഞാനും നല്ല പരിചയമാണ്. മേന്റെ മൂത്ത മകന്റെ സൂക്കട എങ്ങനെ ഇരിക്കണു? ഇപ്പൊ തകരാറൊന്നുമില്ല. പുറത്തൊന്നും പോവില്ല. മിണ്ടാതെ എങ്ങനെ ഇരിക്കും. ഒരു മൗനം. കുറെ ഭേദമുണ്ടെന്നാ പറഞ്ഞത്. എല്ലാം തികഞ്ഞ് ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാ. ഉണ്ണി എവിടെ അവൻ? ഏത് നേരം നോക്കിയാലും മുറിയിൽ വാതിലടച്ചിരുന്ന് ഈ വായന തന്നെ വായന. എന്താ ചെയ്യ? ഒക്കെ ഇളയാളാ. BA പാസ്സായി അങ്ങനെ നിൽക്കുക. പഠിപ്പിൽ കേമനായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സാ. ഒരു ജോലിക്ക് പലയിടത്തും നോക്കണുണ്ട്. ഏത് ലൈനില്ല വാസന? അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ലൈനിലും വാസനയുണ്ടല്ലോ. ബിസിനസ്സിൽ കണ്ടുള്ളവര് ബിസിനസ് തന്നെ പോണം. ഇൻട്രസ്റ്റ് ആ കാര്യം. ഇവന്റെ ഇൻട്രസ്റ്റ് വിചിത്രാണ്. സാഹിത്യം. സാഹിത്യം അതായത് ഈ ശ്ലോകം എഴുതല് അല്ലേ? അത് ഒരു ഉദ്യോഗാണോ? ആൺകുട്ടികളായാൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നൊരു വിചാരം വേണ്ടേ? വേണം. അതിവനില്ല. നാടകം കളിക്കല്, കാവിൽ കോഴിവെട്ട് തടയല്, ഇതുകൊണ്ടൊക്കെ ഈ കുടുംബത്തിന് എന്താ ഒരു ലഭ്യം നമ്പ്യാരെ? കളത്തിലെ മേനോൻ ചെറുമനെ തച്ചാൽ കണ്ണി കണ്ട കുട്ടികളെ വിളിച്ചു കൂട്ടി മൈക്കാ വെച്ച് ഇവൻ ചീത്ത പറയണോ? പുറത്തിറങ്ങിയാൽ ഇതിന്റെ മാനക്കേട് ആർക്കാ? എനിക്കും ഈ രണ്ട് മുതിർന്ന ആൺകുട്ടികൾക്കും അല്ലേ? അതെ.
അമ്മിണി ആ മുറുക്കാൻ ചെല്ലാം കൊടുത്തോ. അപാര സുന്ദര നീലാകാശം അപാര സുന്ദര നീലാകാശം അനന്തത്തെ നിന്മഹാസമുദ്രം അപാര സുന്ദര നീലാകാശം അനന്തത്തെ നിൻ മഹാസമുദ്രം അപാര സുന്ദര നീലാകാശം ൂഴിയും സൂര്യനും വാർമതിയും ഇതിലുയർന്നു നീന്തും ഹംസങ്ങൾ ൂഴിയും സൂര്യനും വാർമതിയും ഇതിലുയർന്നു നീന്തും ഹംസങ്ങൾ ആയിരമായിരം താരാഗണങ്ങൾ ആയിരമായിരം താരാഗണങ്ങൾ അലകളിലുലയും വെണ്ണുരകൾ അപാര സുന്ദര നീലാകാശം അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലേ ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പു ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പു അപാര സുന്ദര നീലാകാശം പൗർണമി തോറും സ്വപ്നത്തിലവൾക്കായി സ്വർണ സിംഹാസനമൊരുക്കുന്നു പൗർണമി തോറും സ്വപ്നത്തിലവൾക്കായി സ്വർണ സിംഹാസനമൊരുക്കുന്നു കാണാതൊടുവിൽ വർഷമുകിലിന മുകിലിനാൽ കഥന കണ്ണീരൊഴുക്കുന്നു അപാര സുന്ദര നീലാകാശം അനന്തത്തെ നിന്മഹാസമുദ്രം അപാര സുന്ദര നീലാകാശം സരോജിനി എങ്ങോട്ടാ ചന്ദ്രേട്ടൻ എങ്ങോട്ടാ ഓ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി കൂട്ടത്തിൽ നിന്നെയും കാണാമല്ലോ എന്ന് കരുതി അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അത്യാവശ്യത്തിന് വീട്ടിലൊക്കെ എഴുന്നേറ്റ് നടക്കും നീ വീട്ടിലേക്കല്ലേ ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക് യശോധരയുടെ നെടുവീർപ്പുകൾ അന്തഃപുരത്തിൽ തേങ്ങിക്കൊണ്ട് നടക്കും ആരാണ് യശോധര
സുന്ദരിയായ രാജകുമാരി, ഒരു ദിവസം രാത്രി സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി. നീ എന്തേ നിർത്തിക്കളഞ്ഞത്? അല്പനേരം കൂടി ചന്ദ്രേട്ടനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉണ്ണിയേട്ടൻ കണ്ടോ? കവികൾ സദാ കണ്ണു തുറന്നു വച്ചിരിക്കുന്നു. യുഗങ്ങളുടെ ദൈർഘ്യമുള്ള രാത്രികളിൽ ഓരോ കാലത്തെയും അവർ ശ്രദ്ധിക്കും. നീ പേടിക്കണ്ട, സദസ് വേറെ കിട്ടില്ല, അതുകൊണ്ട് നിന്നെ വസിക്കും. ഉണ്ണിയേട്ടന് എന്നാ ഒരു ഉദ്യോഗം കിട്ടാ? എന്നെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ എനിക്കും വല്ല ജോലിക്കും പോവായിരുന്നു. നിനക്കും വേണം ഉദ്യോഗം? വേണിച്ചിട്ടല്ല, എഴുത്തും കൂടി പഠിക്കാത്തവൾക്ക് എന്ത് ഉദ്യോഗം? ഓരോ മോഹം പറഞ്ഞതാ. ഉദ്യോഗസ്ഥന്മാർ ഭവതിയുടെ കൽപ്പന കേൾക്കാൻ കാത്തു നിൽക്കുന്നു. പിന്നെന്താ വിഷമം? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നാണോ വിചാരം? എന്തു പറഞ്ഞാലും കേൾക്കണം. ഇല്ലായ്മ കൊണ്ട് ദാസിപണിക്ക് പോകുന്നവളല്ലേ ഞാൻ. സരോജിനി, ഞാൻ അറവുകാരൻ കുഞ്ഞാവ വന്ന് ആടിനെ നോക്കുന്നത് പോലെ നോക്കിയാലും ഒന്നും മനസ്സിലാവില്ലെന്ന് ഞാൻ നടിക്കണം. നിങ്ങളൊക്കെ വലിയവരല്ലേ. സരോജിനി, സരോജിനി, ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ലല്ലോ. സരോജിനി, ഞാൻ പോട്ടെ. ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നും. അതാണ് അനുഭവം. ഞാൻ പറഞ്ഞത് കാര്യമാക്കണ്ട. ഞാൻ ആരുമല്ല, എന്റെ വീട്ടിൽ കൂടി. അധിക സമയവും ഞാൻ സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്. ചിലപ്പോ നിന്നോട് വല്ലതൊക്കെ പറഞ്ഞു പോകും. ക്ഷമിക്കും, തെറ്റുപറ്റിയതാണ്. കല്യാണത്തിന് വാങ്ങിയത് ഞാനിതൊരിക്കലേ ഉടുത്തിട്ടുള്ളൂ. വല്ല വിശേഷത്തിന് കൊടുക്കാം. ഇതും കൂടെ ആ പെട്ടി വെച്ചിരുന്നു. അമ്മയുടെ മുണ്ട് അവന് മുട്ട് വരെ എത്തും. നീ ഞാനാണ് ചോദിക്കുന്നത്. വെളിച്ചെണ്ണ വാച്ചത് കുപ്പിയിലെടുത്തോ മണി? ഓഹോ, കടുമാങ്ങായി എടുത്തു വെച്ചില്ല. സത്യം പറ, ജോലി കിട്ടിയെന്ന് കത്ത് വന്നിട്ട് തന്നെയാണോ നീ പോണത്? എന്തിനാ ഉണ്ണി വെറുതെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഏടത്തി വെറുതെ അതുവിധം പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിച്ചു. ഒക്കെ ശരിയാകുന്നു. കടുമാങ്ങ ഒരു പഴംതുണി പൊതിഞ്ഞു തട്ടി മറിഞ്ഞ് മുണ്ടും കുപ്പായവും കേടുവരുന്നു. ഹോട്ടലുകാരുടെ കൈ കൊടുത്ത് അവര് നേരത്തിന് ഇച്ചിരി എടുത്ത് വിളമ്പി തരില്ലേ? എന്നാ വേഗം നോക്ക്, അച്ഛൻ തുറന്ന് വെള്ളം കൂട്ടാൻ നോക്കും. അവിടെ ചെന്നാല് അച്ഛനും രാഘവനും ചന്ദ്രനും ഒക്കെ കത്തെഴുതാൻ മറക്കരുത്. അവിടെ അടുത്ത് ശിവന്റെ അമ്പലം ഉണ്ടെങ്കിൽ മാസപ്പൂർണ്ണാളിന് അവിടെ പോയി കുടിച്ചു വരണം. ശിവന്റെ ഓഫീസിലേക്ക് ആരാ കൂടെ പോകുന്നത്? ആരും വരണ്ട. വന്നാലും വന്നില്ലെങ്കിൽ രമനായർക്ക് റുപ്യ കൊടുക്കണം. എന്നാ പിന്നെ അയാളെ തന്നെ വിളിക്കാം. പെട്ടി കൂടെ വന്നോളൂ, ഞാൻ എടുത്തോളാം. വേണ്ട, ഏരോമന്നാരില്ലേ, ഞാനേ ഇത്തിരി മുകളിൽ നടക്കാം. ആ തോണിക്കാരൻ മമ്മദിനെ നോക്കിയിട്ട് അവിടെ നിൽക്കാം. എവിടെ? അവിടെ ആ ആളുടെ വീട്ടില്. ഇന്നത്തെ കളി ഷാപ്പിലല്ലേ? നടക്കും. ഒടുക്കം ഉണ്ണിയേട്ടന് പോവായല്ലേ? എന്താ പോണ്ടെന്നാണോ? അയ്യോ, ഉദ്യോഗം കിട്ടാൻ പോകാതെ പറ്റുമോ? ഓ, ഉദ്യോഗം. ആട്ടെ, എന്നാ ഇനി തിരിച്ചു വരുന്നത്? എന്തെങ്കിലും അതിനിടയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടായാൽ അറിയിച്ചോ, എത്തിക്കോളാം. എന്ത് വിശേഷം ഉണ്ടാവാനാ ഞങ്ങൾ? എന്ത് തന്നെ ഉണ്ടായിക്കൂടാ. വേഷം മാറി സഞ്ചരിക്കുന്ന ഒരു രാജകുമാരൻ നിന്നെ കണ്ട് മോഹിച്ച് ഒരു ദിവസം കല്യാണത്തിന് ഇവിടെ എത്തിയെന്നവരാ. എന്ത് വേണമെങ്കിലും കളിയാക്കിക്കൊള്ളു. ഇനി ഉദ്യോഗസ്ഥനായി മടങ്ങി വരുമ്പോൾ കാണലും കൂടി ഉണ്ടാവില്ല. ഞാൻ വരും സരോജി.
സാറിനെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. എന്നെ ആയിരിക്കില്ല, എഡിറ്റർ 3 മണിക്ക് വരുന്നത്. അല്ല, സാറിന്റെ പേരെന്നെ പറഞ്ഞു. വരാൻ പറ്റും. വണ്ടി കയറാൻ സമയത്ത് തരുമെന്നേരം എന്തേ പറഞ്ഞത്? ഒരു ദിവസം വരും, സൽക്കരിക്കാൻ ഒരുങ്ങിയിരുന്നോളൂന്ന്. വെറുതെ പറഞ്ഞൊന്നുമല്ല. എപ്പോഴോ ഞാനൊരു കസേര എടുത്തോണ്ട് വരാം. ഉണ്ണി വരുന്നേ, ഇരിക്കാൻ എവിടെയാവാലോ. ബുദ്ധിമുട്ടണ്ട, വന്നോളോ. സ്ഥലം കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരിക്കണം കേട്ടോ. ഇവിടെ എന്തിന്റെ ഏർപ്പാടാ? കുറിക്കമ്പനിയാ? എങ്ങനെയാ? പുറംവരായിയുള്ള കൂട്ടത്തിലാ? മനസ്സിലായില്ല. എന്നുവെച്ചാ പുറമേന്ന് വക വല്ലതും കിട്ടുമോന്ന്. സൂക്ഷിച്ചില്ലെങ്കിലേ ജനങ്ങളിൽ നിന്ന് അതും ചിലപ്പോ കിട്ടും. അങ്ങനെ വരട്ടെ. പിന്നെ ഇരവുന്നേരം എന്താ ഇങ്ങോട്ട് പുറപ്പെട്ടത്? പറയാം. എന്താ ഇത്ര തിരക്ക്? ഞാൻ ഒരു ദിവസം ഉണ്ണിയുടെ സുഖമായിട്ട് കൂടാന്ന് ഉറച്ചു തന്നെ അങ്ങോട്ട് പോയിരിക്കണം. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാന്ന് കരുതി. വണ്ടി ഇരുന്നിട്ട് കൂടിയും കയറി കഴിക്കണ്ട. അല്ല, കഴിക്കണ്ട. നല്ലോണം എണ്ണ തേച്ചൊന്ന് കുളിക്കണം. ഇതിനിടെ കാപ്പിയും പലതും ഒക്കെ ആവാട്ടോ. പിന്നെ ഒക്കെ ശരിയായിട്ടില്ല. നല്ലോണം ഒന്ന് ഉറങ്ങണം. കുളിച്ച് ഊണ് കഴിച്ചിട്ട് മതി കേട്ടോ. ഇത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കാണണം. അല്ല, അതിനിടയിൽ വല്ല കഥകളിയോ കൃഷ്ണനാട്ടം ഉണ്ടെങ്കിൽ അതും ആവാം. അല്ല, സിനിമയായിട്ട് വിനോദമൊന്നും ഇല്ല കേട്ടോ. പിന്നെ വിനോദനാരുടെ പതിവൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. അറിയാം. മനേഷുള്ളേ, മനേഷുള്ളേ, എന്ത് വേണം സാർ? കയ്യിൽ കാശില്ലുണ്ടോ? 2 രൂപയേ ഉള്ളൂ. ഒരു 5 റുപ്യ വേണം. പിന്നെ സ്വൽപ്പ ചില്ലറ. ആ റുപ്യ ഇങ്ങോട്ട് തന്നെ. ഈ മെഷീനൊക്കെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ടാ. പിന്നെ ഒരു കുറിക്കല്യാണത്തിന്റെ ആലോചനയുണ്ട്. കത്ത് സ്വകാര്യമായിട്ട് അടിച്ചെടുത്തൂടെ? വരൂ, നമുക്ക് ഇറങ്ങാം. പിള്ളേ, ഞാൻ അല്പം താമസിക്കും. വേഗമാകട്ടെ, ഉണ്ണാനുള്ളതല്ലേ. അതിനെന്താ? ഞാന് രാവിലെ ജലവാനം കഴിച്ചിട്ടില്ല. പലവും കഴിച്ചോണ്ട് ഉണ്ണിയെ കാണാൻ വരുന്നത് മര്യാദയല്ലല്ലോ. എന്താ വന്ന കാര്യം? വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ വെച്ചത്. പരിഭ്രമിക്കാനൊന്നുമില്ല കേട്ടോ. ഒന്ന് കരുതിക്കോളൂ, നല്ല കാര്യവുമായിട്ട് എരോമെന്നായാലും വരും. സാമ്പാർ ബാക്കിയുണ്ട്. ഒരു ഇഡ്ഡലി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് കഴിക്കാമായിരുന്നു. എവിടെ സ്വാമി, ഇത് കൊണ്ടുവന്നോ? എന്താ കുട്ടി? കുട്ടി സ്വാമി, ബില്ല്. ഇല്ല, അപ്പൊ തീർന്നു നടത്താം. അല്ല ഉണ്ണിയെ, ഈ കടുമാങ്ങ അപ്പടി പുഴുവാണല്ലോ. കുറച്ചുകൂടെ നല്ലൊരു വീട് കിട്ടാൻ തരായില്ലല്ലേ? പ്രയാസം. ഇരവന്നേരം ഇരിക്കൂ. ഞാനിത്തിരി ചോറിന് ഏർപ്പാട് ചെയ്യാൻ നോക്കട്ടെ. ആ ജാനു എവിടെ? ജാനുവാ?
നാളെ എടുത്തോളൂ. ഉടനെ ഓഫീസിലെത്തും. അല്ല, നാളെ ചന്ദ്രന്റെ കല്യാണം നിശ്ചയിക്കാൻ വീട്ടിലെ ആളുകൾ വരണുണ്ട്. ഉണ്ണിയോട് വരാൻ പറഞ്ഞു. ഏയ്, അറിഞ്ഞൂടാത്ത പോലെ നേരെ കളിയാക്കുക. 3 എസ്റ്റേറ്റുകളുടെ ഉടമസ്ഥനാണ് ഇത്രയും മേനോൻ. മേനോന്റെ മകളുമായിട്ട് ഒരു ബന്ധം കിട്ടുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല. മാറ്റക്കല്യാണ അമ്മണിക്ക് ഇങ്ങടും. പിന്നെ ഒരു കാര്യം പുറത്ത് പറയണ്ട കേട്ടോ, മേനോന്റെ മൂത്ത മകനെ, അതായത് അമ്മണിക്ക് ആലോചിക്കുന്ന പയ്യനെ തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് കേട്ടു. അല്ല, അത്ര കാര്യാക്കാനില്ല. ഏത് ചികിത്സയും ചെയ്തിരിക്കണു. വിവാഹം കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് മാറുന്നതാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അവരുടെ സ്ഥിതി നോക്കുമ്പോൾ ഇത് അത്ര കാര്യാക്കാനില്ല. അവന് ഭ്രാന്താണെന്ന് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കണതാ. അവന് നല്ല പദവിയുണ്ട്, നല്ല സ്വത്തുണ്ട്, അതിൽ കണ്ണുകടിയുള്ളവരും കുറെ പേരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. അത്രേ ഉള്ളൂ. അതുണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അച്യുനായരുടെ മോൾക്ക് ഞാൻ തന്നെ എത്ര ആലോചന കൊണ്ടുവന്നു. പക്ഷേ ജാതകം ചേരണ്ടേ? ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം വേറെ ഇല്ല എന്ന് ഇവിടുത്തെ ജ്യോത്സ്യന്മാര് പറയണു, അവിടുത്തെ ജ്യോത്സ്യന്മാര് പറയണു. ഇതിനാണ് നമ്മള് യോഗം യോഗം എന്ന് പറയണത്. രാഘവന്റെ കല്യാണത്തിന്റെ കൂടെ ഇവൾക്കൊരു മാറ്റത്തിന്റെ ആലോചന അന്ന് വന്നതാ. ജാതകം ചേരണ്ടേ? കണ്ടോ, പറയുമ്പോ എല്ലാം തുറന്നു പറയണമല്ലോ. ശിവദാസന് മുൻപ് അപസ്മാരത്തിന്റെ ഉപദ്രവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അവൻ ആവശ്യത്തിന് വേണ്ട പഠിപ്പായപ്പോ അത് മതിയെന്ന് മാധവന്റെ അടുക്ക് നിർബന്ധിച്ച് പറഞ്ഞത് ഞാനാ. അതുകൊണ്ട് എന്താ, പുറത്തിറങ്ങില്ല, മിണ്ടാണ്ട് ഒരിടത്തിരുന്നോളൂ. പറയുമ്പോ എല്ലാം തുറന്നു പറയണമല്ലോ. വേണ്ടപ്പെട്ടവരോടാവുമ്പോ അങ്ങനെ തന്നെയാ വേണ്ടത്. ഞാനും രാഘവനും കൂടി പോയി കണ്ടു, സംസാരിച്ചു. നല്ല ആരോഗ്യം, നല്ല ശ്രീത്വം, പിന്നെ സംസാരിക്കാൻ ഒരു മടിയുണ്ട്. മുഖത്തിന് പ്രസന്നത പോരാ, അല്ലാതെ ഒന്നുമില്ലാന്ന്. ജാതക പ്രകാരം വിവാഹം കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദുരിതങ്ങളും തീരും. ഡോക്ടർമാരുകൂടി അഭിപ്രായം പറഞ്ഞത് അതാ. ആഹാ, തിരുവനന്തപുരത്തുനിന്ന്, കോട്ടയത്തുനിന്ന്, കോഴിക്കോട്ടുനിന്ന് എത്ര വലിയ വലിയ ഡോക്ടർമാർ വന്ന് നോക്കിയതാ. ഇത്തിരി അസുഖമില്ലാത്തവരാരാ? ആരാ? വലിയ വീടുകളിലാവുമ്പോ അത് വലിപ്പിച്ച് പറയാൻ അസൂയക്കാര് കാണും. അപ്പോഴേ എന്നാൽ പണിക്കരെ നമുക്ക് ദിവസം ഇങ്ങോട്ട് നിശ്ചയിക്കാം. അപ്പോ ഇവിടെ വേണ്ട എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്പ്യാർ അങ്ങോട്ട് ഓ, നോക്കാം. ആയിക്കളയാം ആയിക്കളയാം. ഞാൻ അകത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കട്ടെ. ആയിക്കോട്ടെ. അടുക്കളയിലെ കാര്യങ്ങളൊന്നും നോക്കാതെ നീ ഇവിടെ വന്ന് നിൽക്കുക. അന്യന്മാർ 5-8 പേര് ഉണ്ണാനുള്ളതാ. എന്താ എന്താ ആരവിടെ ചത്തത്? മരിച്ച വീട് പോലെ ഉണ്ടല്ലോ നിന്റെ നിൽപ്പും ഭാവം കണ്ടാൽ. ഇങ്ങോട്ട് കിടന്നിട്ട് ആ വാതിലും കൂടെ ചാരെ. മൂത്തത് നീയാ. നിന്നോടൊരു വാക്ക് ചോദിക്കേണ്ട കടമേ എനിക്കുള്ളൂ. നിനക്കെതിരുണ്ടോ? മേന്റെ മകൻ ഇപ്പൊ സൂക്കേടുണ്ടോ? ആട്ടെ, ആളിനെ ഉപദ്രവിക്കോ? അതൊന്നുമില്ല. എന്തുകൊണ്ട് പക്ഷേ ഉള്ള കാര്യമല്ല അവര് തുറന്നു പറഞ്ഞിരിക്കണം. പണ്ടെങ്ങാണ്ടോ കുറച്ച് അവസ്മാരത്തിന്റെ അലോഹ്യം ഉണ്ടായിരുന്നു വെച്ച് തോന്നിയാസം പറയും. എടീ, എന്ത് കണ്ടിട്ടാ അവർ ചന്ദ്രനെ സമ്മതിച്ചത്? നിന്റെ തറവാട്ടി കനകം കെട്ടിയിരിപ്പുണ്ടോ? അവരുടെ സ്ഥിതിക്ക് എത്ര വലിയ ആളിനെ കിട്ടും? അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഒപ്പാ, അത് കരുതിക്കൊള്ളി. അവസാനം എന്റെ മകൾക്ക് വന്ന ഒരു യോഗം. അമ്മണി, അമ്മണി ഇല്ലേ അവിടെ? ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ഗുണമുള്ളൊരു കാര്യമാണ്. ഒറ്റ മകൻ, ധാരാളം സ്വത്തും.
ചന്ദ്രനും അവിടെ അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ മകളും നമ്മുടെ അധീനത്തിലാവാൻ പോവുകയാണ്. ആളുകള് പലതും പറയും, എനിക്കറിയാം. അയാൾക്ക് അത്ര കാര്യമായ സൂക്കേടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കളിയും ചിരിയും ഒക്കെ ആയിട്ടിരുന്നാൽ ഇപ്പോഴത്തെ ആ മൗഢ്യം അങ്ങോട്ട് മാറാനുള്ളതേ ഉള്ളൂ. ഇനി നിന്റെ സമ്മതം ചോദിച്ചില്ല എന്ന് വേണ്ട. നിനക്കിഷ്ടാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കിഷ്ടാണോ എന്നാ ചോദിച്ചത്. അച്ഛനും ഏട്ടന്മാരും നിശ്ചയിക്കുന്നത് എനിക്ക് സമ്മതമാണ്. ഏടത്തിക്കൊന്നും പറയാനില്ലേ? എന്ത് പറയാ? ഇക്കാര്യത്തിൽ ഏടത്തിക്ക് സ്വന്തമായ ഒരു അഭിപ്രായമില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. ഉമ്മറ് തന്യന്മാരുണ്ട്, പതുക്കെ പറഞ്ഞു. ആരുമാണ് കേൾക്കട്ടെ? എനിക്കൊന്നും അറിയില്ല. നമ്പ്യാര് വരണതും പോണതും സ്വകാര്യം പറയണതും ഒക്കെ കേട്ടു. രാഘവൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അമ്മ അതൊക്കെ കേട്ടോണ്ടില്ല. ചന്ദ്രൻ ഉദ്യോഗകാര്യത്തിൽ വലിയ ഗുണം കിട്ടുന്ന കാര്യമാണെന്നാ പറഞ്ഞു. ചന്ദ്രേട്ടന്റെ ഗുണം വാങ്ങാൻ അമ്മണി എടുത്ത് എഴുതി തള്ളുന്ന കരാറ്. അതിൽ ഒപ്പിടുന്ന കാരണമാണ് എന്നെ വിളിച്ചു വരുത്തിയത്. നിന്റെ ശബ്ദം ഉമ്മർത്ത് കേൾക്കണോ? ഇന്നെന്റെ ശബ്ദം കേൾക്കണം. 150 രൂപ ശമ്പള കൂടുതൽ ഒരു ഹെറാൾഡ് കാറിന് വേണ്ടി ചന്ദ്രയുടെ സ്വന്തം പെങ്ങളെ നിൽക്കുകയല്ലേ? ഇനിയും പറയാം, ധൈര്യം ഉണ്ടെങ്കിൽ. പ്രമാണി വന്നു. ഉണ്ണി വിഷമിക്കണ്ട. നിശ്ചയിച്ചതൊക്കെ എനിക്ക് സമ്മതമാണ്. നിങ്ങൾ അമ്മയുള്ള കാലത്ത് അമ്മ തല്ലിപ്പിരിയരുത്. ആ ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. നീ കൂടി എന്നെ പരിഹസിക്കും. എന്നാലും മറ്റുള്ളവരെ ആശ്രയിക്കണ്ടല്ലോ. ചന്ദ്രേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാര് വലിയത് അമ്മിയെ എത്ര വഴിപാടായി ചെയ്യുന്നു. ഇപ്പോഴായിരിക്കും യോഗം. കാർത്തിയാനി അങ്ങാടിയിൽ പോയിട്ട് ഇതേവരെ മടങ്ങിയിട്ടില്ല. വിളക്ക് കൊളുത്താറായി. ഉണ്ണിയേട്ടൻ പോയാൽ ഇനി എന്ന് വരും? എന്താ നിനക്ക് വേണ്ടേ? ഒന്നും വേണ്ടിയിട്ടല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നത് കണ്ടപ്പോ എല്ലാവർക്കും നിരാശ തോന്നിക്കാണും. പെട്ടി നിറയെ സാധനവും വരുന്നവർക്കൊക്കെ പണവും. ഇതൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ പുച്ഛം തോന്നിയിരിക്കും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉണ്ണിയേട്ടൻ പഴയ ആളല്ല ഇപ്പൊ. നീയും വലുതാവുമ്പോ നാം ഒക്കെ മാറും. ചെറുപ്പത്തിൽ എന്ത് ചിരിയും കളിയുമായിരുന്നു. എനിക്കൊക്കെ ഓർമ്മയുണ്ട്. വലുതാകുമ്പോ ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ലോകം ചിരിക്കുന്നത് കണ്ട് ഉള്ളിൽ കരയാനേ പിന്നെ കഴിയും. ആ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എന്തേ? അമ്മിയേട്ടത്തിയുടെ കത്തിൽ എന്തെങ്കിലും കണ്ടോ? ഇല്ല. എന്താണ്? അമ്മിയേട്ടത്തി കത്തെഴുതുമ്പോൾ ഞാനും അടുത്തുണ്ടായിരുന്നു. ലെക്കോട്ടെടുക്കാൻ പോയപ്പോൾ എനിക്കും അതിലെന്തെങ്കിലും എഴുതണമെന്ന് തോന്നി. പക്ഷേ അക്ഷരം പഠിക്കാത്തവര് എങ്ങനെ എഴുതാനാ? അപ്പോൾ ഞാനൊരു പണി പറ്റിച്ചു. കണ്ടില്ലേ? എന്താ? എന്റെ നെറ്റിമീന്ന് സിന്ദൂരമെടുത്ത് അതിലൊരു അടയാളം വെച്ചു. ഇങ്ങു സൂക്ഷിക്കുന്നു ഞാൻ ഉടഞ്ഞുള്ളോരൻ തങ്കക്കിനാവിൻ തരിവളപ്പൊട്ടുകൾ.
വർണ്ണപ്രതീക്ഷതൻ വാർമയിൽ പീലികൾ മന്നിടം കാണാത്ത കണ്ണുനീർമുത്തുകൾ ഭാവിതൻ ഗ്രന്ഥത്തിൽ നിന്നുമെൻ സൽക്കവി ഭാവന വെട്ടിയെടുത്ത ചിത്രങ്ങളും എപ്പോഴും എപ്പോഴും ഇന്നിധിയൻ കൊച്ചു കൽപ്പന തന്റെ കരപല്ലവങ്ങളിൽ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുന്നു സദ്രസം ൃത്തിന്റെ മുറ്റത്തു കേളികളാടുവാൻ. സാർ, പുറത്താരോ കാറിൽ വന്നിട്ടുണ്ട്. സാറിനോടൊന്നാണ്ട് ചെല്ലാൻ. മുതലാളിമാർക്ക് പടി വരെ വരാമെങ്കിൽ ഇനി അകത്തും വരാം. സ്ത്രീകളൊക്കെ ഉണ്ട്. സ്ത്രീകൾ? അതെ. ഇറച്ചൊന്നും ഇറങ്ങുന്നില്ലേ? എന്തൊക്കെ വിശേഷം? ഓ, വലിയ ലോഹ്യൊന്നും വേണ്ട. ഒന്ന് വന്നോ ഇതുവരെ? പഠിക്കലൊന്നും നിന്നപ്പോ വലിയ ലോഹ്യം. ഞാൻ ഇതുവഴി വന്നപ്പോ നിന്നെ അറിയിക്കാന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് സുഖമില്ല. ഡോക്ടർ വന്നിരുന്നു. ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പോട്ടെ. നിനക്ക് ചായ കുടിച്ചിട്ട് പോ. 10 മണിക്ക് പ്ലാന്റേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോകുന്നു. എന്താണ് അഭിപ്രായം ഡോക്ടർ? എന്റെ അഭിപ്രായം ഒരു സംശയമാണ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ലക്ഷണങ്ങൾ കണ്ടിട്ട് യൂട്രസിൽ ക്യാൻസർ ആകാനാണ് ചാൻസ്. ക്യാൻസർ? എന്താ ഡോക്ടർ? ദാറ്റ്സ് മൈ സസ്പെഷൻ. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ക്യാൻസറിന് ഇപ്പോൾ റേഡിയം ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. മദിരാശിയിലോ വെല്ലൂരോ കൊണ്ടുപോയിരിക്കും നല്ലത്. എന്നാ ഞാൻ വരട്ടെ. ഡോക്ടർ, ഡോക്ടർ എന്താടാ പറഞ്ഞു? മദ്രാശിക്ക് പോവുകയായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. സാരമില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് ബഹളം കൂട്ടാനൊന്നും തുടങ്ങണ്ട. അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. എനിക്കെന്തോ പേടിക്കും. രാഘവ, ഉണ്ണിയോടും അമ്മണിയോടും പറയണ്ട. അവര് പരിഭ്രമിക്കും. പേടിക്കാനൊന്നുമില്ല അമ്മേ. അമ്മ എന്തിനാ ഓരോന്ന് വിചാരിക്കുന്നത്? അമ്മയ്ക്ക് പഠിപ്പ് ഇംഗ്ലീഷും ഒന്നും അറിയാൻ വയ്യായെങ്കിലും ഇതൊക്കെ മനസ്സിലാവും. ഡോക്ടർ പറഞ്ഞത് എന്താ? ഒന്നുമില്ലാന്ന്. ചോലയിലെ വല്യമ്മ മരിച്ചത് ക്യാൻസർ കൊണ്ടല്ലയോ? പറയണ്ട. കുട്ടികൾ പരിഭ്രമിക്കും. അവരോട് പറയണ്ട. നീ വന്നോ? ചന്ദ്രൻ പറഞ്ഞു നിന്നെ പേടിപ്പിച്ചു അല്ലേ? അത്രയ്ക്കൊന്നുമില്ല. നീ എന്തിനപ്പോഴേക്കും ലീവ് എടുത്ത് ഓടിപ്പടഞ്ഞ് വന്നു? അടുക്കളയിൽ ഇപ്പൊ പണിക്കൊരു തള്ളയുണ്ട്. പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കഴിക്കും. കഴിച്ചോളൂ. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? ചെല്ല്. അമ്മണിക്കും കൂടെ എഴുതണ്ടാന്ന് ഞാൻ പറഞ്ഞു. അവൾക്കവിടെ എന്നും ശുശ്രൂഷയാണ് യോഗം. അതിന്റെ കൂടെ ഇതും വേണം. ചെന്ന് വല്ലതും കഴിക്കും. ദുഃഖിച്ചു കിടക്കാൻ അമ്മ മരിക്കാൻ കിടക്കുകയാണ്. ചെല്ലു, ചെല്ലു, ചെല്ലു.
നിനക്ക് കമ്പി കിട്ടി? ഉച്ചയ്ക്ക് കിട്ടി. എല്ലാം പെട്ടെന്നാ തീരുമാനിച്ചു. അമ്മയും ചന്ദ്രനും ഇന്നലെ വന്നിരുന്നു. ഇന്നലെ തന്നെ മടങ്ങി പോവുകയും ചെയ്തു. അമ്മണിക്ക് നീ കത്തൊന്നും അയക്കുന്നില്ലെന്ന് പറ. തിരക്കുണ്ടമ്മ. ഒരു കാർഡ് എഴുതാൻ എത്ര നേരം വേണം? അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം അറിഞ്ഞിരുന്ന അത് തന്നെ മനസമാധാനമല്ല. അമ്മണിയടുത്തേക്ക് അസുഖമൊന്നുമില്ലല്ലോ? മഴക്കാലം കഴിയുന്നത് വരെ അലോഹ്യൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ധാരയും പിടിച്ചിലും ചികിത്സയും ഒക്കെ തന്നെ. അമ്മണിക്കല്ല. അമ്മയാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മുജമ്മത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ശിക്ഷ എനിക്ക് തന്നാ പോലെ എന്റെ കുട്ടികളോട് വേണം. മദുരാശി ആശുപത്രി ഏതോ കരണ്ട് പിടിപ്പിക്കുകയോ ലൈറ്റ് അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചികിത്സയാണത്ര. എനിക്ക് അത്രയ്ക്കൊന്നുമില്ല. വെറുതെ പണം ചെലവാക്കണ്ടെന്ന് ഞാൻ രാഘവനോട് പറഞ്ഞു. അവൻ കേൾക്കണ്ടേ? ഇന്ന് ഇത് കൈ വെച്ചു. 1 റുപ്പിക അമ്മയുടെ വക ഇത് കയ്യിലിരിക്കട്ടെ. നിനക്ക് ഓഫീസിൽ പോകാൻ തീർക്കമുണ്ടെങ്കിൽ പോയി. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ നീ താമസിക്കുന്നിടത്തേക്ക് പോകാൻ? 2-2 നാഴി വരും. എന്നിട്ടാ ഈ വെയിലത്തൊരു കുടയും കൂടി എടുക്കാണ്ട് പോന്നെ? ബസ് ഉണ്ടമ്മ. പൊയ്ക്കോ. അടക്കത്തിന്റെ തീയതി നിശ്ചയിച്ചാൽ ആകാൻ അറിയിക്കും. അന്നേരം വന്നാ മതി. ഞാൻ എഴുതാം. പൊയ്ക്കോ. വണ്ടി വിടാറായി. പോയി. പഴയ കവിതകൾ പത്രക്കാരും മാസികക്കാരും തിരിച്ചയച്ചവ. കഴിഞ്ഞ മാസം വെച്ചതിനേക്കാളും അധികം ഉണ്ടായ മാസം. വേണമെങ്കിൽ നീ ഇതൊക്കെ സൂക്ഷിച്ചു. വായനക്കാരനെ കണ്ടുകിട്ടാതെ മടങ്ങി വന്ന് സൃഷ്ടിക്കുക. ഇതും ഓർമ്മിച്ചു. മേൽവിലാസക്കാരുടെ ആവശ്യമില്ലാതെ മടക്കി അയച്ച ഫ്രം അഡ്രസ് ഇല്ലാത്ത ഒരു കത്താണത്രേ മനുഷ്യൻ. കവികൾ പറയുന്നതാണ്. ഉണ്ണി സാറിന് പിന്നെയും ഭ്രാന്ത് തുടങ്ങി. വളരെ വർഷങ്ങൾ കഴിയുമ്പോൾ ആരാധകർ മൺമറഞ്ഞുപോയ മഹാകവിയുടെ പാർപ്പിടത്തിലേക്ക് തീർത്ഥാടനത്തിന് വരും. അവർ നിന്റെ പടമെടുക്കും. എന്നെ കുറിച്ച് നിന്നോട് പലരും ചോദിക്കും. അപ്പോൾ എന്റെ വചനങ്ങളായി നിനക്കിതൊക്കെ പറയാവുന്നതാണ്. ഞാൻ ചുമ്മാ അതിന് വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നീ സാരമാക്കണ്ട. ഈ പഴയ കടലാസുകൾ കണ്ടപ്പോ നീ പറഞ്ഞ ഭ്രാന്തൊരു അല്പനേരത്തേക്ക് വന്നുപോയി. എന്റെ നെറ്റിമേന്ന് സിന്ദൂരമെടുത്ത് അതിലൊരു അടയാളം വെച്ചു. സരോജിനിയുടെ സിന്ദൂരത്തിന്റെ അടയാളം. എന്താ ബാലു? കമ്പി ആവശ്യമുണ്ടാ? എന്താ സാർ? എന്താ? എന്റെ അമ്മ മരിച്ചുപോയി.
പോലും ഒത്തില്ലല്ലോ. എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പോലും ഒത്തില്ലല്ലോ. ഈ 4 വളയും കൂടി 4 പവനിൽ കുറയില്ല. ഇത് വേണമെങ്കിൽ മാളവിയെടുത്തെടുത്തോളൂ. അമ്മയുടെ കാശുമാല ശാരദയ്ക്ക് വേണമെന്ന് വെച്ചിട്ടായിരിക്കും ഈ ഔദാര്യം. എനിക്കിഷ്ടം പോലെ ആഭരണങ്ങളുണ്ട്. എന്നാലും അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആഭരണം വേണമെന്ന് എനിക്ക് മോഹം കാണില്ലേ? ആവശ്യമുള്ളതൊക്കെ എനിക്കും അമ്മൂന്റെ അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ മാല ഞാൻ എടുക്കുന്നു. ഏട്ടത്തിക്ക് 4 വള പോരെ? ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം വന്നവരേ ഉള്ളൂ ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരും ഈ വീട്ടിലില്ലല്ലോ. തർക്കിക്കാനും അവകാശം ചോദിക്കാനും ഒന്നും ഞാനില്ല. ചോറ് കൊടുത്ത് അമ്മൂനെയും കൊണ്ട് ആദ്യം ഇവിടെ വന്നപ്പോ അവളെ മടിയിലിരുത്തിക്കൊണ്ട് അമ്മ പറഞ്ഞതാ, എന്റെ മോൾ ഇത്രയും കൂടി വലുതാവട്ടെ, എന്റെ കാശുമാല മോൾക്ക് നല്ലോണം ചേരുമെന്ന്. അവൾ അച്ഛൻ കേട്ടോണ്ട് നിന്നതാ. എനിക്ക് ഈ സൗജന്യം ഒന്നും വേണ്ട. എല്ലാ അമ്മയുടെ മക്കൾ എന്നെ നിശ്ചയിച്ചോട്ടെ. എന്താ ഇവിടെ? ഒന്നുമില്ല. അകത്ത് ആളുകൾക്ക് വല്ലതും ഒക്കെ കൊടുത്തോ എന്ന് നോക്ക് മാധവി. വിലയില്ലാത്തവര് വേണ്ട ഇതൊക്കെ അന്വേഷിക്കാൻ. മരുമക്കള് വേറെ ഉണ്ടല്ലോ ഇവിടെ അന്വേഷിക്കാൻ. ഇടത്തിക്കൊന്നും വേണ്ടേ? അകത്ത് അമ്മയുടെ ആഭരണങ്ങൾ പങ്കുവയ്ക്കുന്ന തർക്കം കേട്ടില്ല. ഇടത്തിക്കൊന്നും വേണ്ടേ? എനിക്ക് വേണ്ടതൊക്കെ തന്നിട്ടല്ലേ അമ്മ പോയത്. നടന്നോ. ഇരുപനായിരം തന്നെ വന്നല്ലോ. എരോമനായർ തന്നെ വരണമെന്ന് മൂപ്പര് വിളിച്ചു പറയാ. ആരാ? അച്ഛനെ. അല്ലാണ്ട് കൂലിക്കാരെ അയച്ചാ ഒന്നും പകരുമാവില്ല. അത് നന്നായി. കഴിഞ്ഞ കൊല്ലം ചാത്തത്തിന് വന്നു പോയ ആളല്ലേ. 1 കൊല്ലായി കണ്ടിട്ട്. എന്നാൽ നടക്കാം. വേറെ സാധനങ്ങളൊന്നുമില്ല. ഉണ്ണി നടന്നോളൂ. വടക്കുന്നുള്ള വണ്ടിക്കല്ലേ രാഘവട്ടം വരുള്ളൂ. ഒരു പിടി സാധനങ്ങളായിട്ടാ മൂപ്പര് വരിക. ആ പൊയ്ക്കോളൂ. മാധവ ഒരു പ്രമാണി. മാധവ, ഞാനാണ് ഉണ്ണി. ഉണ്ണി, ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഓവരല്ല. എന്നാലും ഉണ്ണി പോയി
മകനക്ക് എന്ത് പറ്റി? ഒലക്ക 1 മൈൽ റേസിന്റെ സ്റ്റേറ്റ് റെക്കോർഡ് ഇന്ന് എന്റെയാണ്. ഉണ്ണിക്കറിയില്ലേ? കാര്യമില്ല. ആർക്ക് വേണം? ഒരു പട്ടിക്കും വേണ്ട സർട്ടിഫിക്കറ്റ്. ഞാനത് ചീന്തിക്കളഞ്ഞു. കാര്യമില്ല. ഇനി നീയാണ് വരുന്നത് എന്നെ നന്നാക്കാൻ. ഒരു ഉദ്യോഗസ്ഥൻ. കടന്നു പോകുന്നു. ലേറ്റ് ആയതുകൊണ്ട് നിന്നെ അന്വേഷിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ആ സരോജിനെ വിളിച്ച് സഹായത്തിന് നിർത്താൻ. ആരുണ്ടായാലും കണക്ക് തന്നെ. ഉണ്ണി ഇപ്പോഴും പഴയ പ്രസിലല്ലേ? അതെ. ബാഗ് അമ്മ കിടന്നിരുന്ന മുറിയിൽ വെച്ചോളൂ. ചന്ദ്രേട്ടനും ശാരദാടത്തും ഇന്നലെ ഇവിടെ കിടന്നു. ശ്രാദ്ധത്തിന്റെ കാര്യം തന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവിടെ ഒരാൾക്ക് നേരത്തിന് മരുന്ന് കൊടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഞാനുണ്ടെങ്കിലേ പറ്റും. എഴത്തി എത്ര കാലമായി ഭാരം ചുമക്കുക? ഇവിടെ പട്ടിണിയൊന്നുമല്ലല്ലോ, ഇവിടെ വന്ന് താമസിച്ചൂടെ? നീ കത്തിനും കൂടി വന്നില്ല. ഞാൻ വരാത്തത് തെറ്റാണോ? കല്യാണത്തിന്റെ അന്ന് അമ്പലത്തിലേക്ക് പുറപ്പെടുമ്പോ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എന്റെ മകളെ കൊണ്ടൊരു കുടുംബം നന്നാവാച്ചാൽ നന്നാവട്ടെ. ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ. വാവെടുക്കുമ്പോഴേ ഇപ്പൊ തകരാറില്ല. മറ്റുള്ളപ്പോ ഒന്നും സാരമില്ല. നീ വിചാരിക്കുന്ന മാതിരി ഒന്നുമില്ല. കഴിഞ്ഞ ഏകാദശിക്ക് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കല്ലേ ഗുരുവായൂർക്ക് പോയത്. ഈ മുറിയിലുണ്ടായിരുന്ന എന്റെ പുസ്തകങ്ങളൊക്കെ എവിടെ? അത് അമ്മയുടെ മുറിയിലുണ്ട്. ബാഗ് ഇങ്ങോട്ടിതാ. ഉണ്ണി, ഇതിനകത്ത് വല്ല ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? ചന്ദ്രേട്ടന്റെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഞാൻ മറന്നുപോയി എടുത്തി. നിങ്ങളൊക്കെ മറക്കും. ഇതിനെന്താ ഇത്ര പെരുത്ത് ചെലവുണ്ടോ? എന്താ അമ്മണിയടുത്തെ കാണാതെ അങ്ങേ മുറിയെന്ന് ഞാനിത് കേട്ടിരുന്നെങ്കിൽ സത്യമായിട്ടും തെറ്റിദ്ധരിച്ചാൽ ഈ പറയുന്ന അമ്മയാണെന്ന്. മതി മതി, പോയി കുളിക്ക്. ചാത്തവരിക്കലല്ലേ, സന്ധ്യക്ക് മുമ്പ് എന്തെങ്കിലും കഴിക്കട്ടെ. നാരായണ, അകത്തേക്ക് 2 പറ അരി വെച്ചാൽ മതി, പുറത്തേക്ക് ഒരു 5 ആയിക്കോട്ടെ. തൈര് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ചാത്തോ, ഇപ്പൊ തന്നെ ഇളയന്റെ അടുത്തേക്ക് വെക്കോ. രാവിലെ നേരത്തെ വന്ന് ക്രിയകളൊക്കെ കഴിച്ചോട്ടു പൊക്കോട്ടെ. കുട്ടികൾക്ക് നേരത്തെ ഒരു വഴിക്ക് പാനുള്ളതാ. ഉണ്ണി അങ്ങോട്ടാ അശുദ്ധ ഉണ്ടാ ചാത്തോരിക്കലാ, ഞാൻ പറഞ്ഞേക്കാം. അവിടെ ഉണ്ട്. ഉണ്ണേട്ടൻ എവിടാ? നിന്റെ വീട്ടിലേക്ക്. ദൈവം ഇങ്ങനെയല്ലേ വരുത്തിയത്, അല്ലെങ്കിൽ അവരുടെ തന്തയ്ക്ക് ആയുസിട്ട് കിടക്കായിരുന്നു. അമ്മ പ്രയാരം പറഞ്ഞ് വരുന്നവരെല്ലാം മുഷിപ്പിച്ചു. അന്യന്മാരാരെങ്കിലും വന്നോ അതിനിപ്പോ ഇവിടെ? തിരക്കായിരിക്കും. അമ്മണിയേട്ടത്തിയോട് ഇപ്പൊ വരാന്ന് പറഞ്ഞു വന്നതാണ്. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാൽ തല തിറ്റാൻ തുടങ്ങും. കാർത്തി, കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കടി. ഉണ്ണിയേട്ടൻ ഇങ്ങോട്ട് പോരുന്നത് വേലിക്കൽ നിന്ന് ഞാൻ കണ്ടു. അമ്മണിയേടത്തിയോട് ഒരു കളവ് പറഞ്ഞ് ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. നീ എന്താ ഇത്ര ക്ഷീണിച്ച്? സൂക്കേടൊന്നുമില്ലല്ലോ? ഉണ്ടോ? സുഖക്കേട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് വരയില്ലേ, ഇനി അതുകൂടെ ഉണ്ടാവില്ല അല്ലേ?
ഉണ്ണിയേട്ടന് ഇനിയൊരു കല്യാണമൊക്കെ വേണ്ടേ? എന്താ ചിരിക്കണേ? നിനക്കിതൊന്നും വേണ്ടേ? ഉണ്ണിയേട്ടൻ പറഞ്ഞ വേഷം മാറിയ കുമാരൻ ഇനിയും വന്നില്ല. നീ അതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് ഇല്ലേ? വന്നില്ല, ആരും വന്നില്ല. നീ എന്തിനാ കരയുന്നത്? ഒന്നിനുമല്ല. ഉണ്ണിയേട്ടൻ അവിടെ വീടെടുത്തിട്ടാണോ താമസം? വീട് വെക്കാനും വിളമ്പിത്തരാനും ഒക്കെ ആരാ? ആരുമില്ല. ഞാൻ വന്നോളാം. അല്ല, വേലക്കാരിയായിട്ട് ഇവിടെ ഒത്തും വിടുപ്പും ഇല്ലാത്തതിനെ അയക്കാൻ പറ്റുമോ? പിന്നെ രാഘവൻ നായരെ കണ്ടിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ടേ ഞാൻ ഇറങ്ങിയത്. രാഘവൻ പുലർച്ചയ്ക്ക് വരും. വരും. ഇന്നിവിടെ താമസിച്ച് നാളെ സദ്യയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. സദ്യ സ്വല്പം കേമത്തിൽ തന്നെയാ. 4 കൂട്ടം വറുത്തുപ്പേരി, 2 കൂട്ടം പ്രഥമൻ. എനിക്ക് രാവിലെ ഒഴിവൊഴിവൊന്നും പറയണ്ട. എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരാളായില്ല. ചെറിയ മോൻ വന്നില്ലേ? വന്നു. അവൻ വെളിച്ചത്തും സമക്ഷത്തും വരില്ലല്ലോ. ഈ കാലത്ത് ഒരുത്തിനെ BA വരെ പഠിപ്പിച്ച് പാസ്സാക്കാൻ എന്ത് പാടുണ്ടെന്ന് നമ്പ്യാർക്ക് അറിയാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. ആ വിഡ്ഢിത്തരം ഞാൻ ചെയ്തു. ഇന്ന് വരെ ഒരു കഷ്ണം അടക്കയുടെ ഉപകാരം എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ അത്രേ ഉള്ളൂ. English essay writing competition. First prize VK Unnikishan, class 4, group 1. Malayalam versification. First prize VK Unnikishan, class 4, group 1. K.R. Ramachandrayar, endowment specialist for general proficiency. VK Unnikishan, class 4, group 1. നാണിയമ്മേ, ശാരദയ്ക്ക് സഹായത്തിന് ഒരാൾ വേണം. സരോജിനെ കൂടെ അയക്കണം. ഞാനും ചന്ദ്രനും തമ്മിൽ ഇപ്പോൾ അതാ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിപ്പോ എന്റെ സമ്മതമൊക്കെ ചോദിക്കാനുണ്ടോ? അന്യന്മാരുടെ അടുത്തേക്കൊന്നും അല്ലല്ലോ. വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നടക്കുക. നല്ല പേര് കേൾപ്പിക്കുക. ഞാൻ അവിടെ പോയതാ. ഏതെല്ലാം വലിയ വലിയ ആളുകൾ അവിടെ വരുന്നതെന്നറിയാമോ? അത് നിങ്ങൾ പണ്ടൊക്കെ കറണ്ട് പോയാൽ അമ്മയ്ക്ക് അത് വരും. ഇപ്പൊക്കെ 2-3 ദിവസം കഴിഞ്ഞ് വന്നാ വന്നു. രാഘവന്റെ ശ്രമം കൊണ്ട് ഈ നാട്ടിലേക്ക് തന്നെ കറണ്ട് വന്നു. അമ്മണി, അമ്മണി, ഒരിക്കലും ഊണാർക്ക് കാപ്പിയും പലഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞോ? ചന്ദ്രൻ എവിടെയാ കിടക്കുന്നത്? ആ, എന്റെ കട്ടിലുമെന്ന് ആ കൊതുവല കഴിച്ച് അവർക്ക് കെട്ടിക്കൊടുത്തു. കൊതുവുണ്ട്. കൊതു ഉഗ്രനാട്ടോ. രാഘവനും വിരിച്ചിട്ടേക്ക. രാത്രി അങ്ങ് വന്ന് കയറിയാലോ? ഞങ്ങൾക്ക് 2 മെത്തപ്പായും തലേണയും പൂമുഖത്തേക്ക് തന്നാ മതി. ധാരാളായി. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും,
ചിരിച്ചവർ കണ്ണീരു പൊഴിക്കും. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും. ചിരിച്ചവർ കണ്ണീരു പൊഴിക്കും. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ നാടകവേദിയിൽ നടക്കും അഭിനയം കണ്ടവർ പകയ്ക്കും. അനുതാപനാടകവേദിയിൽ നടക്കും അഭിനയം കണ്ടവർ പകയ്ക്കും. അടുത്തവർ അകലും അകന്നവർ അടുക്കും. അണിയും വേഷം ചിലരഴിക്കും. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ മരണപ്രപഞ്ചത്തിൻ അരമന രഹസ്യങ്ങൾ പറയും. അജ്ഞാതമാകിയ മരണപ്രപഞ്ചത്തിൻ അരമന രഹസ്യങ്ങൾ പറയും. ഉയിരോ നിത്യം ഉടലോ നിത്യം അറിയാത്ത സത്യങ്ങൾ അവർ ചൊല്ലും. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും. ചിരിച്ചവർ കണ്ണീരു പൊഴിക്കും. രാഘവൻ വന്നില്ലേ രോമ? ഇല്ല, വന്നില്ല. 5:30 വണ്ടി വരെ നോക്കിയിരിക്കണു. തിരക്കുണ്ടാവും. ഇല്ലെങ്കിൽ ചാത്തോരിക്കലിന് അവൻ എത്താതിരിക്കില്ല. തിരക്കോ? തിരക്കെന്ന് പറഞ്ഞാ മതിയോ? യരോമൻ അവിടെ പോയി ഈ 2 കണ്ടുകൊണ്ട് കണ്ടതല്ലേ. ലോറിക്കാരെ, കൂലിക്കാരെ, ആനക്കാരെ, കച്ചവടക്കാരെ, അവരെ ഇവരെ എന്ന് വേണ്ട ഇതൊക്കെ പുറമെ ഇടയ്ക്കിടയ്ക്ക് കിണിണി കിണിണി. എന്താ ഫോൺ? അവൻ ചാത്തം മുടക്കില്ല. രാത്രി കാറെടുത്തായാലും പുറപ്പെടും. കോഴിക്കോട് നിലമ്പൂർ സൈഡിലെ കാടും മലയുള്ള ദേശമൊക്കെ രാഘവൻ എന്ന് പറഞ്ഞാ അറിയില്ല. രാഘവൻ മുതലാളി എന്ന് പറയണം. അതെ, ഞാനൊരു വലിപ്പം പറയണമെന്ന് ധരിക്കരുത്. 3 ആൺമക്കളെ അവര് മതീന്ന് പറയുന്നവരെ പഠിപ്പിച്ചു. 4 പേര് കൂടുന്നിടത്ത് അവർക്കൊരു പേരുണ്ടായാൽ മതി. എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും കഥയിൽ കഴിഞ്ഞുപോയ ആളോടും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെ. രാജി, രാജ്, രാജി. അവൾ മേൽ കഴിയുകയാണ്. അമ്പലത്തിലും തൊഴിച്ചുണ്ടിരാൻ പറഞ്ഞു അച്ഛൻ. നീ പോയി വെള്ളം ഗ്ലാസും കൊണ്ടെടുത്തു. ഇന്ന് അമ്മയുടെ ചാത്തുരിക്കലല്ലേ, വ്രതമല്ലേ? ഓ, വ്രതത്തിന് എന്താ കൊണ്ട് കുഴപ്പം? വിസ്കി ബാർലിയിൽ നിന്നുണ്ടാക്കുന്നതാണ്, വെറും സസ്യം. വാതിൽ ചാര.
പിടിപ്പിച്ചുതരാം. സരോജിനി, ഇവിടെ ഒന്ന് അമ്പലത്തിൽ തൊഴിച്ചിട്ട് കൊണ്ടുവരണം. അവളെ കൊണ്ട് ഒരു 5 രൂപ ഭണ്ഡാരത്തിൽ ഇടിപ്പിക്കണം. നിനക്ക് പോകരുതോ? സരോജിനിക്ക് ഇവിടെ 100 കൂട്ടം ജോലി കാണും. ഇക്കണ്ട ദൂരം നടക്കണ്ടേ? മനസ്സിലെ പറമ്പിൽ കൂടി കിടന്നാൽ 10 അടി നടക്കാനേ ഉള്ളൂ ശാരദയകത്തി. 10 അടി. നിങ്ങളുടെ കണക്കിൽ 10 അടി എന്ന് പറഞ്ഞാൽ 10 നാഴികയാവും. ചോദിച്ച വെച്ച് തന്നെ നിങ്ങളായിക്കോട്ടെ. ചന്ദ്രന്റെ കയ്യിൽ നിന്ന് രാവിലെ തന്നെ 5 റുപ്യ, ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് 2 വേറെയും. അത്താരം ഒന്ന് മിനിങ്ങി. അല്ല, ഉണ്ണിക്കെപ്പോഴാണ് ആ അച്ഛന്റെ പുറകിൽ ഏർപ്പെടുന്നല്ലേ? എല്ലാം പഴയതുപോലെ തന്നെ വന്നാല്. ഇപ്പൊ ചില്ലുവാനം വല്ലതും ഉണ്ടാക്കണ്ടേ? കുറ്റാണോ അച്ഛൻ പറയണേ? പണ്ടങ്ങളായിട്ടും സാധനങ്ങളായിട്ടും കുടുംബത്തിലേക്ക് ഓരോന്ന് പിടിച്ചിടണം. കിട്ടുമ്പം 2 കൈ നീട്ടി വാങ്ങണം. പിന്നെ ഈ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടുകാരെ നന്നാക്കല. ശമ്പളം മുഴുവൻ സമ്പാദിക്കണം. പുറം വരായി കൊണ്ട് അന്നന്നത്തട നോക്കണം. സരോജിനി, സരോജിനി, ഒരു ഗ്ലാസ് വെള്ളം. ശാരദ അമ്പലത്തിൽ പോയോ? പോയി. ആ, വെള്ളം ആ മേശപ്പുറത്ത് വെച്ചേക്കാം. ചന്ദ്രേട്ടൻ കുടിക്കുവോ? പിന്നെ കുടിക്കാതെ? കുടിക്കുന്നത് അത്ര വലിയ പാവമൊന്നുമല്ല. ഈ ലോകത്തിലെ എല്ലാ വലിയ ആളുകളും കുടിക്കും. നീ ഇങ്ങനെ ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണം. ശാരദയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഞങ്ങളുടെ കൂടെ പോരും. രാജയെ കുളിപ്പിക്കാനോ പിന്നെ ശാരദയ്ക്ക് ചിലരുടെ സഹായം ചെയ്യാനോ ജോലിക്കൊക്കെ തോട്ടത്തിലെ വേറെ വേലക്കാരുണ്ട്. ഞാൻ പോട്ടെ. ശാരദയ്ക്ക് അല്പം മുൻശുണ്ടിയുണ്ട്, പക്ഷെ പാവമാണ്. നീ ഒന്ന് ബഹുമാനിച്ചൊക്കെ നിന്നാ മതി. നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ അമ്മയോട് ഞാൻ പറയാം. എനിക്ക് നാളെ ജോലിയുണ്ട് ചന്ദ്രേട്ട. നിന്നെ ഞാൻ നോക്കിക്കൊള്ളാൻ പെണ്ണെ. ഓഹോ, നിന്റെ ഈ പണ്ട് കാണാത്ത ഭാവം കാണുമ്പോഴാ എനിക്ക്. ഇന്നാ ഇത് കൈവച്ചു. ഈ പെണ്ണിന്റെ ഒരു നിൽക്ക. ഒന്നുമില്ല. പറയൂ, എന്താണെങ്കിലും പറയൂ. ഒന്നുമില്ല. എന്താ, വേലക്കാരികളോടാണ് റൊമാൻസ് അല്ലേ? വലിയ വീടുകളിൽ സാധാരണയല്ലേ? പണക്കാരന്റെ പല ലൈസൻസുകളിലൊന്ന് അല്ലേ എടുത്തി? അവന്റെ കാര്യമൊന്നും പറയണ്ട. ആളുകളുടെ ഇടയിൽ ഞാൻ നാണം കെട്ടു പോകുന്നു. ബ്രദർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അവൻ എന്ത് ചെയ്തു? അവൻ ആ സരോജിനിയോടും കോണിമേ വെച്ച് ഒരു സട്ടിൽ അപ്രോച്ച് നടത്തിയായിരുന്നു. ഒരു മൂലശൃംഗാരം. കഷ്ടകാലത്തിന് ഞാൻ അത് കണ്ടു. ഓ, സരോജിനി. പിന്നെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവര് സാധുക്കളാണ്. അമ്മയുള്ള കാലത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞു കൂടിയിരുന്നു. ഇന്ന് അവളുടെ തള്ള വന്ന് കഷ്ടപ്പാടുകളൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമുക്ക് ആ സരോജിനിയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാം. വീട്ടു ജോലിക്ക് ഒരാളായി.
യാത്രയാക്കുന്നു സഖീ നിന്നെ ഞാൻ, മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ. വാക്കിനു വിലപ്പിടിപ്പേറുമീ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ. കിടന്നില്ലേ? കിടന്നു, ഉറങ്ങിയില്ല. താഴത്തെ വാതിലിൽ വെളിച്ചം കണ്ടപ്പോൾ ഉണ്ണിയേട്ടൻ ഉറങ്ങിയില്ലെന്ന് മനസ്സിലായി. പുതിയ സ്ഥലത്തേക്കുള്ള യാത്ര, പുതിയ ജീവിതം. ആഹ്ലാദം കൂടുമ്പോൾ മനുഷ്യർക്ക് ഉറക്കം വരാറില്ല. അകത്ത് വരും. എല്ലാരും കൂടി എന്നെ പുറത്താക്കാണ്. നിനക്കും അതാണല്ലോ ആഗ്രഹം. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആരോട് പറയാൻ? സരോജൻ, ഞാൻ പോയില്ല. എന്നെ അയക്കരുതെന്ന് ഉണ്ണി അറിഞ്ഞൂടെ? അല്ല, നീ എനിക്ക് വയ്യ. ഞാൻ എങ്ങനെ പറയും? ഉണ്ണിയേട്ടനെങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. എനിക്കറിയാം ചന്ദ്രേട്ടന്റെ ആവശ്യം എന്താണ്. നിന്റെ ശരീരം ആവശ്യം കഴിഞ്ഞാൽ വടക്കേ വീട്ടിന്റെ അടുക്കളയിലേക്ക് നിന്നെ വലിച്ചു. അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിച്ച് ഞാൻ ഇരുന്ന് സരോജിനി. ഞാൻ ആരുമായില്ല. അതുകൊണ്ട് സ്വയം തെറ്റിദ്ധരിപ്പിച്ച് നിന്നിൽ നിന്ന് വഴിമാറി നടന്നു. ഉണ്ണിയേട്ടനും എന്നെ ഇഷ്ടമില്ലെന്ന് ഞാൻ കരുതി. എനിക്കും കുന്നിൻ ചെരുവിൽ 1000 പേർ ചവിട്ടിപ്പോയ വഴിയിൽ നിന്റെ കാലടി ഞാൻ കണ്ടത്. അത് നീ അറിഞ്ഞിരുന്നില്ല. നിന്നെ അറിയിക്കാൻ ഇതുവരെ ഞാൻ നടന്നു. ഞാൻ പോയില്ല. ഞാൻ നിന്നെ അയക്കില്ല. പാവപ്പെട്ടവർ താമസിക്കുന്ന ലൈനിൽ 16 രൂപ വാടകയ്ക്ക് എനിക്കൊരു മുറിയുണ്ട്. തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. എന്നാലും നിനക്ക് വരാം. എനിക്കിതോ വേണ്ട. എന്നെ മറക്കരുത്. അത് മാത്രം നീ വരുമോ? ഞാനാണ് ചോദിക്കുന്നത്. എന്റെ വേലക്കാരിയായിട്ടല്ല, വീട്ടുകാരിയായിട്ട്. കൊണ്ടുപോയില്ലെങ്കിലും എനിക്കിത് മതി. ഇത് പറഞ്ഞല്ലോ, കളിയായിട്ടെങ്കിലും ഇത് പറഞ്ഞല്ലോ. നാളെ ആള് കൂടിയിരിക്കുമ്പോൾ ഈ മുറ്റത്ത് വെച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഉറക്കെ കോഴിവത്ത് തടയാൻ കാവിൽ ബലിക്കല്ലിൽ കയറി നിന്ന കാലത്തുള്ള ധീരത എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം വിൽക്കാൻ പോവുകയാണ്.
ഞാൻ വിളിക്കുന്നു. നീ വരുമോ? നാളെ ഞാൻ എന്റെ വീട്ടിൽ വരും. വിളിക്കാൻ. ഇതിൽ ഒളിച്ചോട്ടമല്ല. ഒളിക്കാനും മറയ്ക്കാനും എനിക്ക് യാതൊന്നുമില്ല. നാളെ ഞാൻ വധുവിനെ വിളിച്ചിറക്കാൻ നിന്റെ വീട്ടിൽ കാത്തിരുന്നു. ശരി പറ്റൂ. ഇളയത് വന്നിരിക്കുന്നു. വിളിച്ച് ബലിയിടാൻ നോക്കാം. എന്നെ ഏടത്തിക്കും സുപ്രഭാതം. നിനക്കിന്ന് എന്താ? ഇന്നൊരു വലിയ ദിവസമാണ്. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ ഏടത്തിയുടെ ഒക്കത്ത് കയറിയിരുന്ന് ആർത്ത് വിളിക്കുമായിരുന്നു. നിനക്കിന്ന് എന്ത് ബാധയാണ് കയറിയിരിക്കുന്നത്? ഞാൻ ഏടത്തിയോട് ഒരു കാര്യം പറയാൻ പോകുന്നു. അല്ലേ വേണ്ട, പിന്നെ പറയാം. ശ്രാദ്ധം കഴിഞ്ഞു പോകുമ്പോൾ ഞെട്ടാൻ തയ്യാറായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ഞെട്ടൂല. എന്താ കാര്യം? ആയിട്ടില്ല, സമയമായിട്ടില്ല. എന്റെ തോർത്തുമുണ്ടവിടെ. കുളിച്ചു വന്നോട്ടെ. ഇവിടെ എല്ലാം റെഡി ആയിട്ടാ. രാഘവന് വരാൻ തരപ്പെടുമെന്ന് തോന്നുന്നില്ല. പോയി കുളിച്ച് ഫ്രീക്കിരുന്നോളി. ഞാൻ ചന്ദ്രനെ കൂടെ വിളിച്ചോ. കുളിക്കാൻ പോ. എനിക്കെന്തോ വല്ലാതെ തലവേദന. തണുത്ത വെള്ളത്തിന് ഒരു കുളിയോടി കഴിഞ്ഞാൽ പനി ഉറപ്പാണ്. ചൂടുവെള്ളത്തിൽ കുളിച്ചാലും ബലിയിടാമല്ലേ? എന്നാലും നനഞ്ഞ മുണ്ട് കൊടുത്തുകൊണ്ട് ഇത് കഴിയുന്നവരെ ഇരിക്കണ്ടേ നാശം. ഞാൻ കുളത്തിലേക്ക് നടക്കാം. ഇവൻ പണ്ട് വലിയ വിപ്ലവകാരിയായിരുന്നു. ശാസ്ത്രം മുട്ടുന്നത് വിപ്ലവത്തിന് യോജിക്കുമോ ആവോ. എന്താ ചന്ദ്രൻ കുളിക്കണില്ലേ? തലവേദന. അയ്യോ, എന്നാ കുളിക്കണ്ട. ഒരാള് വലിയിട്ടാ മതി. അത് ധാരാളാ. ഇതൊക്കെ ഒരു പേരിന് വേണമെന്നേ ഉള്ളൂ. അല്ലേ നമ്പ്യാരെ? അതെ. ഇവിടെ ഒരു പൂവാരാധിച്ചു തൊഴാം. അവിടെ എല്ലാം പൂവും ചന്ദനം കൂട്ടി കറുകത്തലക്ക് 2 നീക്കും. ഇവിടെ വെള്ളം തൊട്ട് 2 നീക്കും. പിണ്ണമെടുത്ത് മറ്റുപോയ പിതൃവിനെ, അതായത് അമ്മയെ നല്ല പോലെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷേത്രപിണ്ഡം വെക്കുന്നുവെന്ന് സങ്കല്പിച്ച് കറുകത്തലക്കിൽ വെക്കും. പൂവ് ആരാധിച്ച് തൊഴാം. തൈര്, നീര്, എള്ളും പൂവും ചന്ദനം കൂട്ടി 3 നേരം. ഇവിടെ പിണ്ടത്തിന്റെ മുമ്പിൽ മറ്റുപോയ പിതൃവിനെ ധ്യാനിച്ച് നമസ്കരിക്കാം. ഇവിടെ നമസ്കരിക്കാം. വെള്ളം കൊടുത്ത് 3 കൈ കൊട്ടാം. ചാത്തോട്ടൽ കഴിഞ്ഞു. ഏർത്തി വരുന്നുണ്ടോ? നീ നടന്നു. ഇനി ഏർത്തി പോയാൽ എപ്പോഴാ വരാ? എന്തെങ്കിലും വരും. നീ പോയിക്കോ. നീ പോയിക്കോ. സാധാരണത്തെ പോലെ നാട് മുഴുവനും തെണ്ടി നടക്കരുത്. മനസ്സിലായോ? അമ്മയ്ക്ക് വയ്യ. വിളിച്ചതും പറഞ്ഞു. രാജ്യത്തെ കാക്കകളൊക്കെ, രാജ്യത്ത് കാക്കകൾ അനേകമുണ്ട്. പക്ഷെ ഇത് വെറും കാക്കകളല്ല, പിതൃക്കളാ. മൺമറിഞ്ഞു പോയവരുടെ ആത്മാക്കൾ. അല്ലേ ഇളയതെ? അങ്ങനെയാണ് സങ്കല്പം. പിതൃക്കൾക്ക് പ്രീതി തോന്നിയാല് വെലിച്ചോറ് കൊത്തു. വിശ്വാസമില്ലാത്തവര് എന്ത് ചെക്ക ചെയ്താലും ഇങ്ങനെയൊക്കെ വരൂ. ഞാൻ അങ്ങോട്ട് വരാൻ ഭാവിക്കുകയായിരുന്നു. അച്ഛനെ അവമാനിച്ചു കഴിഞ്ഞു. ഇനി എന്നെ നിൽക്കാം. ഈ മാനം അപമാനം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഓരോരുത്തരുടെ ഭാഷയിൽ ഓരോന്നാണ്. ഒന്ന് താഴത്തേക്ക് പോകും.
എനിക്ക് ചന്ദ്രേട്ടനോട് അല്പം സംസാരിക്കണം. പേടിക്കണ്ട. നിന്നെ ഞാൻ പേടിക്കേ? ഞാൻ വഴക്കിന് വന്നതല്ല. ഞാനൊരു തീരുമാനമെടുക്കും. അതാദ്യമായി ചന്ദ്രേട്ടനോട് പറയാമെന്ന് വിചാരിച്ചു. പറയണം. ഞാൻ സ്ഥലം വിടാൻ പോകുന്നു. ഞാനും. ഞാൻ പോകുന്നത് യു ആർ ഡിസ്മിസ്ഡ്. അല്ലെങ്കിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കണമെന്ന്. നക്കാപ്പിച്ച ശമ്പളമാണെങ്കിലും ഒരു തൊഴിലുണ്ടായിരുന്നല്ലോ. ഇനി ഇപ്പോഴോ ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. മുഴുമിപ്പിച്ചില്ല. നീ ഇപ്പൊ ഇനി എങ്ങോട്ട് പോവും? പറ, എവിടെ പോവും? ഒന്നുമില്ല. എന്തേ? പറയൂ, എന്താണെങ്കിലും പറയൂ. നിനക്കെങ്കിലും ഒരാൾക്കെങ്കിലും അല്പം ആശ്വാസം തരുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി. എന്റെ ജോലി നഷ്ടപ്പെട്ടു. എവിടെ അവള്, ഈ സരോജിനി? ആരാ അപ്പുറത്ത്? ആ പെണ്ണിനോടൊന്നും കൂടി വേഗം വരാൻ പറയൂ, സമയം താമസിപ്പിക്കണ്ട. സരോജിനി വരുന്നില്ല. പോയി വിളിക്കടി. വരില്ല എന്ന് പറയാൻ അവൾ ആരാ? വരില്ല. തെണ്ടിപ്പെറുക്കി നടക്കുന്ന ജാതികൾക്ക് ദയവ് വിചാരിച്ചെന്തെങ്കിലും ചെയ്താൽ ഉപദ്രവമായി. അവൾ വരില്ല. നീയാണ് അവളുടെ രക്ഷകർത്താവ് ആണെങ്കിൽ ഇറങ്ങടാ എന്റെ മുമ്പിൽ. കാൽ കാശ് സമ്പാദിക്കാൻ വയ്യാത്തവന്റെ രക്ഷാധികാരം. ഇറങ്ങുകയാണ്. തനിച്ചല്ല, അവളെ, ആ ദാസി പെണ്ണിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാശുണ്ടാക്കും. മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടിയാണ് അച്ഛനെ ആഘോഷം നടത്തുന്നത്. അച്ഛനെ മുറ്റത്ത് തെക്കും വടക്കും നടന്ന് സ്വന്തം പ്രതാപം പറയണം. അതേ അച്ഛന് വേണ്ടത്. അച്ഛൻ എന്നും എല്ലാരെയും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. നേരത്തെ മരിച്ചുപോയവരുടെ ഭാഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. അവർ ജീവിച്ചിരുന്നപ്പോ ഒരു നല്ല വാക്ക് പറയാൻ മറന്നുപോയ അച്ഛനാണ് നാട്ടുകാരുടെ മുമ്പിൽ ഈ നാടകം നടത്തുന്നത്. സ്നേഹമുള്ളവരെ അല്ലേ ശാസിക്കൂ? ആരോട് സ്നേഹം? നിലമ്പൂർ കാട്ടിൽ നിന്ന് തടികേറ്റ ലോറി കല്ലായിൽ എത്തുമ്പോ രാഘവേട്ടന്റെ മേശപ്പുറത്ത് നോട്ടുകെട്ടുകൾ വീഴും. ആ നോട്ടുകെട്ടുകളോട് അച്ഛന് സ്നേഹമാണ്. ചന്ദ്രേട്ടന്റെ മണിയോട് എഴുതിയ കടലാസിനോട് അച്ഛന് സ്നേഹമാണ്. അച്ഛന്റെ സ്നേഹത്തിന് സാക്ഷിയല്ലേ പാവപ്പെട്ട അമ്മിണിയെടുത്തിയുടെ തലക്കിഷ്ടയില്ലാത്ത ആ പോട്ടെ, സാരമില്ല. സർവേനി, വാ സരോജിനി, വാ. നമ്മെ അനുഗ്രഹിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷെ എന്റെ അമ്മയുടെ ആത്മാവുണ്ട്. എനിക്ക് കാശില്ല, എനിക്ക് യാതൊന്നുമില്ല. പക്ഷെ എന്റെ സമ്പത്തിന് അവസാനമില്ല.